ഗുഡ് ഈവനിങ്. മാത്സിന്റെ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ മൈൻഡ്ഫുൾനെസിന്റെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ കോർ ബിലീഫ് അല്ലെങ്കിൽ ഇറാഷണൽ ബിലീഫ്, അടിസ്ഥാന വിശ്വാസങ്ങൾ എന്നൊക്കെ തലത്തിൽ ചിന്തിക്കാവുന്ന ചില ശീലങ്ങൾ, പ്രത്യേകിച്ച് വൈകാരികമായി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ചില ശീലങ്ങൾ. ഈ ശീലങ്ങൾ കുട്ടിക്കാലം മുതലേ നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മൾ പോലും അറിയാത്ത തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. നെഗറ്റീവായിട്ടുള്ള പല രീതികളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. എപ്പോഴും സങ്കടത്തിന്റെ ഒരു ഭാവം നമ്മളിലേക്ക് കടത്തിക്കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ കാരണമാകുന്ന രീതിയിലുള്ള ഇതുപോലത്തെ കോർ ബിലീഫുകൾ അല്ലെങ്കിൽ അടിസ്ഥാന വിശ്വാസങ്ങളെ എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് പരിഹരിക്കാം? തീർച്ചയായിട്ടും ആന്റണി സാറിൽ നിന്ന് വളരെ കൃത്യമായ ചില അറിവുകൾ നമുക്ക് സ്വീകരിക്കാം. നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം ആന്റണി സാർ വെൽക്കം. ഓക്കെ, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഞാൻ നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ഓക്കെ, ഇന്നത്തെ വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വർഷത്തെ 13ാമത്തെ ക്ലാസ് ആണ്. നമ്മുടെ ഈ ഒരു വർഷത്തെ തീം എന്ന് പറയുന്നത് റീസെറ്റ്, റിലീസ്, റീഅലൈൻ ആൻഡ് റീഗെയിൻ. 13ാമത്തെ ക്ലാസ് ആണ്. അതിൽ 13ാമത്തേത് എന്ന് പറയുന്നത് നമ്മളുടെ ക്ലാസ് ആണ് കോർ ബിലീഫ്സ് ആൻഡ് ഇമോഷണൽ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അടിസ്ഥാന വിശ്വാസങ്ങളും അതുവഴി നമ്മളുടെ വൈകാരികമായിട്ടുള്ള ഹാബിറ്റുകളും എങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നത്, അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് മൈൻഡ്ഫുള്ളായിട്ട് മാറ്റേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പം ഞാൻ ഈ വിഷയം അനൗൺസ് ചെയ്ത സമയത്ത് 1-2 പേരെന്നോട് ചോദിച്ചു, ഞാൻ നമ്മളുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ മതപരമായിട്ടുള്ള അടിസ്ഥാന വിശ്വാസങ്ങളെ കുറിച്ചാണ് പറയുന്നതെന്ന്. ആമുഖമായി പറയട്ടെ, മതപരമായിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും ഞാൻ സംസാരിക്കാറില്ല. ഞാൻ അതിന് കോമ്പിറ്റൻ്റ് അല്ല. അതുപോലെ തന്നെ ഈ ക്ലാസ്സിലും ഈ കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. തികച്ചും സൈക്കോളജി, ന്യൂറോളജി, അങ്ങനെ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജി, ബിഹേവിയറൽ സൈക്കോളജി, ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഇത് പറയുമ്പോൾ അടിസ്ഥാന വിശ്വാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അത് അവരുടെ തന്നെ, നിങ്ങളുടെയും എൻ്റെയും ഒക്കെ സ്വന്തം സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ ദ പർപ്പസ് എന്ന് പറയുന്നത്, ഇന്നത്തെ ക്ലാസ്സിന്റെ ഈ പർപ്പസ്, അതായത് നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആ വിശ്വാസങ്ങൾ എന്ന് പറയാം, കോർ ബിലീഫ് സിസ്റ്റം, അതെല്ലാ വ്യക്തികൾക്കുമുണ്ട്. അതിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളുടെ വൈകാരികമായ ഒട്ടനവധി പെരുമാറ്റങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ പെരുമാറ്റങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളുടെ ഈ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഒത്തിരി ട്രിഗറുകൾ ഉള്ളതാണ്. അതായത് നമ്മളെ ഓരോ സാഹചര്യത്തിലും, നമ്മളുടെ പെരുമാറ്റങ്ങളിൽ, സംസാരങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിലെല്ലാം അനുദിന ജീവിതത്തിൽ ഇത് ഒത്തിരിയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇതേക്കുറിച്ച് ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്കിത് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, നമുക്കിത് ഈ ട്രിഗറുകളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഫ്രീ ആകാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സ്വതന്ത്രരാകാം എന്നുള്ള ആ ഒരു ആശയം പറയുക എന്നുള്ളതാണ്. അത് എന്നെ കഴിയുന്നിടത്തോളം എനിക്ക് സാധിക്കുന്നിടത്തോളം വിധത്തിൽ ഞാനത് പറയാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്, വാട്ട് ഈസ് എ കോർ ബിലീഫ്, അടിസ്ഥാന വിശ്വാസം എന്താണ്, ടൈപ്സ് ഓഫ് കോർ ബിലീഫ്സ് എന്താണ്, അതുപോലെ തന്നെ എക്സാമ്പിൾസ് ഓഫ് കോർ ബിലീഫ്. ഇല്ലേ, നമ്മൾ പെട്ടെന്ന് അടിസ്ഥാന വിശ്വാസം, നമ്മൾ എല്ലാവരും പെട്ടെന്ന് ചിന്തിക്കുന്നത് നമ്മളുടെ മതപരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും, എൻ്റെ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ അതല്ല, അതിൻ്റെ ചില എക്സാമ്പിൾസ് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു അടിസ്ഥാന വിശ്വാസം വ്യക്തികളിൽ ഉണ്ടാകുന്നത്, പിന്നെ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ഇതെങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. വാട്ട് ഈസ് എ കോർ ബിലീഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിൽ അടിസ്ഥാനപരമായിട്ട് വളരെയേറെ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള 3 വിശ്വാസങ്ങളാണ് വാസ്തവത്തിൽ ഈ കോർ ബിലീഫ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് എന്നെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് നിങ്ങൾക്കുള്ള വിശ്വാസം. അതായത് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവനവനെ കുറിച്ചുള്ള ഒരു വിശ്വാസമുണ്ട്. എനിക്ക് കഴിവുണ്ട്, ഇല്ല. ചിലപ്പോൾ ചില ആളുകൾ പറയും, അല്ല, എനിക്കത് ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയും. പക്ഷെ അവർ ചെയ്യല. അപ്പോൾ ഒരിക്കൽ ഇവിടെ മലയാളികൾ ഇങ്ങനെ പയ്യെ കുടിയേറ്റം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് കുറച്ച് മലയാളികളുടെ ഉള്ളു. അപ്പോൾ ഒരാളോട് ചോദിച്ചു,
പാട്ട് പാടുവോ, ഹാർമോണിയം വായിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് ഹാർമോണിയം വായിക്കാൻ അറിയാം, ഒരു പ്രശ്നവും ഇല്ല, എന്താ നിങ്ങൾക്ക് പാടേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഒരു പ്രോഗ്രാം പോലെ വെച്ചിട്ട് ഹാർമോണിയം വായിച്ചു. അയാൾക്ക് ഹാർമോണിയത്തിന്റെ ഒരു കട്ട പോലും അറിയത്തില്ലായിരുന്നു. അത് ഞാനതെന്റെ അടിസ്ഥാന വിശ്വാസം എന്നല്ല പറയുന്നത്, ഓവർ കോൺഫിഡൻസ്. എന്താ പുള്ളി വിചാരിച്ചു ഇങ്ങനെ ഈ ശബ്ദം കേൾപ്പിച്ചാൽ അത് ഹാർമോണിയം വായനയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. അപ്പൊ അതുകൊണ്ട് ഒരു സദസ്സിൽ പോയിരുന്നിട്ട് ഒരു പാട്ട് പാടുന്നു, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മ്യൂസിക്കിനെ കുറിച്ച് ഒരു അറിവുമില്ല. അപ്പം അവനവനെ കുറിച്ചുള്ള ഒരു സങ്കല്പം. ദെൻ അടുത്തത് മറ്റുള്ളവരെ കുറിച്ച് ഉള്ള ഒരു സങ്കല്പമുണ്ട്. അതായത് എന്താണ്, അവൻ അങ്ങനെയാണ്, അവൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എന്നൊക്കെ പറഞ്ഞു. അതായത് നമ്മളുടെ ബന്ധങ്ങളില്, ഇപ്പൊ ഉദാഹരണം നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധം എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ അയൽപക്കങ്ങളിലായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആ വ്യക്തികളെ കുറിച്ച്, അവരനെ കുറിച്ചുള്ള നമ്മളുടെ ചില വിശ്വാസങ്ങൾ, അവൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നുള്ള നമ്മൾ എല്ലാവരും വെച്ച് പുലർത്തുന്ന ഒരു വിശ്വാസമുണ്ട്. അതും കോർ ബിലീഫ്സിന്റെ ഒരു ഭാഗമാണ്. മൂന്നാമത്തേത് നമുക്ക് ലോകത്തെക്കുറിച്ചൊരു വിശ്വാസമുണ്ട്. ഇന്ത്യക്കാരിങ്ങനെയാണ്, അല്ലെങ്കിൽ മലയാളികൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരിങ്ങനെയാണ്. നമ്മൾ പുറത്തൊക്കെയൊക്കെ പോയി കഴിയുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ ഇന്ത്യയെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് ഇന്ത്യയെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടാകും. നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ളവർക്ക് ഇന്ത്യക്കാരെ കുറിച്ചുണ്ടാകും. അത് ഓരോരുത്തരെ കുറിച്ചും. പിന്നെ ആസ് എ ഹോൾ മനുഷ്യരെ കുറിച്ച് നമുക്ക് ഒരു 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 ചില സങ്കല്പങ്ങൾ, ചില വിശ്വാസങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളാണ് നമ്മളുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച്, മറ്റുള്ളവരെക്കുറിച്ച്, പിന്നെ ലോകത്തെക്കുറിച്ചുള്ള ഇതെല്ലാം നമ്മളിൽ പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പെരുമാറ്റങ്ങളെ അത് ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും പലതരത്തിലുള്ള പാറ്റേൺസ് ഓഫ് ബിഹേവിയർ നമ്മൾ ഇങ്ങനെ നമ്മളിൽ ഉടലെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വളർത്തിയിട്ടുണ്ട്. ഇതനുസരിച്ചാണ് നമ്മുടെ പെരുമാറ്റങ്ങളെല്ലാം പോകുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോർ ബിലീവ്സ് നമുക്ക് ജനറൽ ആയിട്ട് പറയാം. പക്ഷെ അല്പം കൂടി വ്യത്യാസം ഉള്ളത് പിന്നീട് ഞാൻ പറയാം. പക്ഷെ ഇപ്പൊ നമുക്ക് എടുക്കാം ഓരോരുത്തരെ കുറിച്ചും, എന്നെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെ കുറിച്ചും എന്താണ് വ്യക്തിപരം എന്ന് പറയാം. വ്യക്തിപരമായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ വികാരങ്ങൾ എന്ന് നമുക്ക് പറയാം, പോസിറ്റീവ് ആയിട്ടുള്ള. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ചില ട്രിഗേഴ്സ് ഉണ്ടാക്കി നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പെരുമാറും. അത് ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും. ഇനി നെഗറ്റീവ് ആയിട്ടുള്ള ബിലീവ്സ് ഉണ്ട്, എനിക്കത് സാധിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും ഫിയർ, അല്ലെങ്കിൽ ആങ്സൈറ്റി, അല്ലെങ്കിൽ സാഡ്നെസ്, ഇങ്ങനെയുള്ള മറ്റ് അതുപോലുള്ള പല വികാരങ്ങളും നമ്മുടെ മനസ്സിൽ വന്നിട്ട് ഒന്നുകിൽ നമ്മൾ വിഡ്രോ ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഒരു സന്തോഷക്കുറവുണ്ടാകും. ഒരു കാര്യം എന്തെങ്കിലും ഏൽപ്പിക്കുകയാണെങ്കിൽ ചിലർ ചാടി ഏൽക്കും, പക്ഷെ അവർക്ക് ഒരുപക്ഷെ അവരത് നന്നായിട്ട് ചെയ്തെന്ന് വരികയില്ല. അതേസമയം അതൊരു ഓവർ കോൺഫിഡൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇന്ന കാര്യം ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എന്താണ് വിചാരിക്കുന്നത്, ഞാൻ ഈ പരീക്ഷയിൽ വിജയിക്കും എന്നുള്ള ഒരു ധാരണ കാണും, അല്ലെങ്കിൽ തന്നെ നോക്കട്ടെ എന്നൊക്കെ വിചാരിച്ചായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോഴും അങ്ങനെയുള്ള ഒരു വിശ്വാസമുണ്ട്, എനിക്കിത് എന്താണ്, ഞാൻ ഈ ജോലി എനിക്ക് കിട്ടുമായിരിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയുണ്ട്. അതേസമയം ഇല്ല, ഞാൻ പോയാൽ ശരിയാകില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോകാതിരിക്കുകയും ചെയ്യുന്നു. സോ ബേസിക്കലി 2 കാര്യങ്ങളാണ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കോർ ബിലീവ്സ് എന്ന് പറയാം. ഇനി ഞാൻ 2 പറഞ്ഞു കഴിഞ്ഞാലും അടുത്തതായിട്ട് പോസിറ്റീവ് കോർ ബിലീഫ്സിനോടൊപ്പം തന്നെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോർ ബിലീഫ്സിനകത്ത് പേഴ്സണൽ ബിലീഫ്സ് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പറയാം. വേറെ 2-3 കാര്യം. ഒന്ന്, നമ്മളുടെ ആ പേഴ്സണൽ ബിലീഫ്സിനകത്ത് വരുന്നതാണ് സെൽഫ് വർത്ത് ബിലീഫ്സ് എന്ന് പറയും. അതായത് അവനവനെ കുറിച്ചുള്ള എൻ്റെ ആ വർത്തിനെ കുറിച്ച്, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ആ മൂല്യത്തെ കുറിച്ച്, അല്ലെ എൻ്റെ കഴിവിനെ കുറിച്ചുള്ള ഒരു ബിലീഫ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അത് പോസിറ്റീവോ നെഗറ്റീവോ ആക്കാം. ദെൻ അടുത്തത് കൺട്രോൾ ബിലീഫ്സ് എന്ന് പറയുന്നുണ്ട്. ഇത് പേഴ്സണൽ ബിലീഫ്സ് തന്നെ പെട്ടതാണ്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, എനിക്ക് ഇന്ന രീതിയിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, എൻ്റെ വികാരങ്ങളെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാനൊരു സ്ഥലത്ത് ചെല്ലുന്നു, എന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്നെ മോശമായി എന്നോട് പെരുമാറുന്നു, ആ സമയത്തും എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ഒരു ഇമോഷണൽ ഇന്റലിജൻസ്, അല്ലെങ്കിൽ എൻ്റെ കഴിവിൽ, അല്ലെങ്കിൽ എൻ്റെ വികാരങ്ങളിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം. ദെൻ അതുപോലെ തന്നെ അതിന്റെ തന്നെ മറ്റൊരു വിഭാഗമാണ് എന്താണ്, ട്രസ്റ്റ് ബിലീഫ്സ് എന്ന് പറയും. അതായത് എന്നെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ആ ഒരു കഴിവ് എന്ന് പറയും. അപ്പൊ സെൽഫ് വർത്തിനകത്ത് തന്നെ സെൽഫ് വർത്ത് ഉണ്ട്, കൺട്രോൾ ബിലീഫ്സ് ആൻഡ് ട്രസ്റ്റ് ബിലീഫ്സ് എന്ന് പറയും. അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിട്ട് വരാം.
ഓക്കെ, ദെൻ എക്സാമ്പിൾസ് ഓഫ് ബിലീഫ്സ്. ഒരുപക്ഷെ നമ്മളിപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലായി കാണിയല്ല ഈ കോർ ബിലീഫ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. ചിലർക്ക് മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ചില എക്സാമ്പിൾസ് ഞാൻ പറയാം. ഒരു ഇമോഷണൽ ഹാബിറ്റ് ഫോം ചെയ്യുന്നത് കോർ ബിലീഫ്സ്, എക്സാമ്പിൾസ് ഓഫ് കോർ ബിലീഫ്സ് എന്ന് വരുന്നത് ഒരു ഒരു വ്യക്തി പറയാണ് ഐ ആം അൺലവബിൾ, എന്നെ കാണാൻ കൊള്ളിയല്ല, അല്ലെങ്കിൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നോട് ആരും താല്പര്യം കാണിക്കുന്നില്ല, എന്നെ ഇങ്ങനെയുള്ള ഒരു ബിലീഫ് ഉണ്ടെന്ന് വിചാരിക്കുക. അതൊരു കോർ ബിലീഫ് ആയിട്ട് വരും. ഒരു നെഗറ്റീവ് സെൽഫ് ഇമേജിന്റെ, സെൽഫ് വർത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഐ ആം നോട്ട് ലവബിൾ എന്നാണെന്ന് കരുതുക. ആ ഒരു ചിന്ത മാത്രമല്ല, ആ ചിന്തയ്ക്ക് പിന്നിൽ ഒരു വികാരം കൂടി ഫോം ചെയ്യുന്നുണ്ട്. അവിടെ വരുന്ന ഒരു ഇമോഷണൽ ഹാബിറ്റ് അത് ആ ചിന്തയോടൊപ്പം ഉണ്ട്. അതിങ്ങനെ ജീവിതകാലം മുഴുവനും പോയിക്കൊണ്ടിരിക്കും. എന്താണ് അവരുടെ ഈ ഇമോഷണൽ ഹാബിറ്റ് എന്ന് പറയുന്നത്? ഫോം ചെയ്യപ്പെടുന്നത് അവോയ്ഡിങ് ഇന്റിമസി. എനിക്ക് സൗന്ദര്യമില്ല, ഞാൻ കറുത്തതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ്, പല്ല് പൊങ്ങിയതാണ്, കോങ്കണ്ണാണ്, ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചിന്തയോടുകൂടി അവോയ്ഡിങ് ഇന്റിമസി, അവരാരോടും തന്നെ അങ്ങോട്ട് അടുക്കാൻ ഉള്ള ഒരു ശ്രമം ഉണ്ടാകുകയില്ല. പിന്നെ ഫിയർ ഓഫ് റിജക്ഷൻ, പേടിയാണ്. ഞാനിപ്പോ അവിടെ ചെന്ന് അവരോട് മിണ്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള ഒരു ഫിയർ ഓഫ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒന്നുണ്ട്. നമ്മൾ ഇന്റിമേറ്റ് ആകാൻ ശ്രമിക്കുകയില്ല. അതുപോലെ തന്നെ ഫിയർ ഓഫ് ഇന്റിമസി ഉണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഇതുണ്ട്. ഇതിനേക്കാൾ കൂടുതലുണ്ട്. അതിലൊന്നാണ് ബ്ലെയിമിംഗ് എന്ന് പറയുന്നത്. സെൽഫ് ബ്ലെയിം ഉണ്ട്. അതായത് എന്നെ കാണാൻ കൊള്ളിയല്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ലെന്നോടു കൂടി എന്നെ തന്നെ റിജക്ഷൻ, സെൽഫ് റിജക്ഷൻ ഉണ്ട്, ബ്ലെയിമിംഗ് ഉണ്ട്. മറ്റൊന്ന്, മറ്റുള്ളവരെ നമ്മൾ ബ്ലെയിം ചെയ്യും. ഈ ഒരു വികാരത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ഹാബിറ്റ് ഫോം ചെയ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരെ, അവരൊക്കെ അങ്ങനെയാണ്, അവർ കണ്ടില്ലേ, അവനും കണ്ടില്ലേ, അവൻ വലിയ എന്താണ് മേക്കപ്പ് ഒക്കെ ചെയ്ത് വലിയ കുട്ടപ്പെട്ടായിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ്, അവളും കാണാനൊന്നും കൊള്ളുമൊന്നുമില്ല, പക്ഷെ അവൾ ഇതൊക്കെ വരുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അവളുടെ മേക്കപ്പാണ്, അല്ലെ അവളുടെ സ്വർണ്ണാഭരണങ്ങളാണ്, അല്ല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാനും നമ്മൾ ശ്രമിക്കും. ഇത് ഇങ്ങനെയുള്ള വികാരങ്ങളാണ് നമ്മളിൽ ഉടലെടുത്തിരിക്കുന്നത്. ഐ എം നോട്ട് ലവബിൾ ഇതിന്റെ പിന്നിലുള്ളത്. ദെൻ എ കോർ ബിലീഫ് എന്ന് പറയുന്നത്, അടുത്ത കോർ ബിലീഫ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ഇതാണ്, ഐ ഓൾവേസ് ഫെയിൽ. ഇതിന്റെ ഇമോഷണൽ ഫോം എന്ന് പറയുന്നത് പ്രോക്രാസ്റ്റിനേഷൻ ആൻഡ് ഗിവിംഗ് അപ്പ്. പോകുന്നില്ല, പരീക്ഷ എഴുതുന്നില്ല, പരീക്ഷ എഴുതിയാൽ ഞാൻ തോറ്റു പോകും, പിന്നെ എന്തിനാ ഞാൻ പരീക്ഷ എഴുതുന്നത്, അല്ലെ ഇന്റർവ്യൂവിന് ഞാൻ പോകുന്നില്ല, കാരണം എന്നെ കാലും മിടുക്കന്മാരൊക്കെ ഉണ്ട്, അതിന് പോകുന്നില്ല. ദെൻ അടുത്ത ഒരു കോർ ബിലീഫ് എക്സാമ്പിൾസ് ആണ് പീപ്പിൾ ആർ കൈൻഡ്. ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോർ ബിലീഫ് ആയിട്ട് വരാം. ഞാൻ ആദ്യം പറഞ്ഞ നെഗറ്റീവാണ്, പിന്നീട് പോസിറ്റീവ് ആയിട്ടുള്ളത്. പീപ്പിൾ ആർ കൈൻഡ്, ഇതിന്റെ പിന്നിൽ നമുക്കൊരു വികാരം നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. എന്താണ്? ഓപ്പൺനെസ്, ട്രസ്റ്റ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. നമ്മൾ കൂടുതൽ ആളുകളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കും, മറ്റുള്ളവരെ നമ്മൾ വിശ്വസിക്കും, അതുപോലെ തന്നെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഹാബിറ്റുകൾ, ആ തിങ്കിങ് പാറ്റേൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അടുത്ത വേറൊരു കോർ ബിലീഫ് എന്ന് പറയുന്നത് മിസ്റ്റേക്സ് ഹെൽപ്പ് മീ ടു ഗ്രോ. ഓക്കെ, ഞാൻ ഫെയിൽ ആകുമെന്നുള്ള അത് ഒരു നെഗറ്റീവ് ആണെങ്കിൽ, ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ളതാണ് മിസ്റ്റേക്സ് ഹെൽപ്പ് മീ ടു ഗ്രോ. ഓക്കെ, ഞാൻ ഇത്തവണ ജയിച്ചു, പരാജയപ്പെട്ടു, അടുത്ത പ്രാവശ്യം ഞാൻ കൂടുതൽ പഠിച്ച് ഞാൻ പാസ്സാകും, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഇന്റർവ്യൂ ചെയ്യും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യും. ഒരു ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടു, അടുത്തത് ഞാനൊന്ന് നോക്കും, സോ ഐ ക്യാൻ ഗ്രോ, അല്ലെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. ഇമോഷണൽ ഹാബിറ്റ് അവിടെ ഫോം ചെയ്യുന്നത് റെസിലിയൻസ്, അതുപോലെ തന്നെ ലേണിംഗ് ഫ്രം ഫെയിലിയേഴ്സ് കൂടുതലായിട്ടുള്ളത്, അതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഓപ്പൺനെസ് ഒക്കെ ഇവരിൽ ഉണ്ടാകും. ദെൻ അടുത്തത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, കോർ ബിലീഫ്സ്, ഇമോഷൻസ് ആൻഡ് ഹാബിറ്റ്സ്. അതായത് നമുക്കൊരു കോർ ബിലീഫ് ഉണ്ട്, അതിന്റെ പിന്നിൽ ഒരു ഇമോഷൻസ് ഉണ്ട്, അത് വഴി നമ്മൾ ഗ്രാജുവലി റെപ്പറ്റീഷൻ വഴി നമ്മൾ ഫോം ചെയ്യുന്ന ഹാബിറ്റ്സ് ഉണ്ടാകും. ഒന്നാമത്തെ കോർ ബിലീഫ് എന്ന് പറയുന്നത് ഐ ആം നോട്ട് സ്മാർട്ട് ഇനഫ്. അത് നെഗറ്റീവാണ്. അതൊരു കോർ ബിലീഫാണ്, നമ്മുടെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസമാണ് നമ്മളെ കുറിച്ചുള്ളത്. അതിന്റെ ഇമോഷണൽ റിയാക്ഷൻ എന്ന് പറയുന്നത് സെൽഫ് ഡൗട്ട്, ഫിയർ, ആങ്സൈറ്റി, ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാകും. അപ്പൊ അവിടെ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഒന്നൊരു കോർ ബിലീഫാണ്, അടിസ്ഥാന വിശ്വാസം, അതിന്റെ പേരിൽ ഒരു ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ദെൻ ഹാബിറ്റ് ഈസ് ഫോംഡ്. എങ്ങനെയാണ്? അവോയ്ഡിങ് ചലഞ്ചസ്, പ്രോക്രാസ്റ്റിനേഷൻ, ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കില്ല. അത് എല്ലാ വിധത്തിലും അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമായ രീതിയിലായിരിക്കും. അവരെ വിശ്വസിച്ച് നമുക്കൊരു കാര്യം ഏർപ്പെടുത്താൻ പറ്റില്ല. ചിലപ്പോൾ അവർ ഒളിച്ചു പോകും എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് അത് ഇട്ടിട്ട് പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു വെല്ലുവിളി എടുക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. അപ്പം ഇത് ഒന്നാമത്തത് ഒരു ബിലീഫാണ്, ഐ ആം നോട്ട് സ്മാർട്ട് ഇനഫ്.
അതിന്റെ പേരിൽ ഉണ്ടാകുന്ന അടുത്തത് ഇമോഷനാണ്, സെൽഫ് ഡൗട്ട് ഓർ ഫിയർ, ആങ്സൈറ്റി, ലൈക്ക് ദാറ്റ്. ദെൻ അതിന്റെ അവിടെ അത് ഗ്രാജുവൽ ആയിട്ട് വരുമ്പോൾ നമ്മളൊരു ഹാബിറ്റ് ഫോം ചെയ്യുന്നു. ദെൻ അടുത്ത ഒരെണ്ണം കോർ ബിലീഫ് എന്ന് പറയുന്നത് പീപ്പിൾ ആർ അൺട്രസ്റ്റ് വർത്തി. ഓക്കെ, ഒരുത്തിനെ വിശ്വസിക്കാൻ കൊള്ളിയല്ല, ഒരു 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 കോർ ബിലീഫായിട്ട് നമുക്ക് ഉണ്ടാകുന്നു. അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഇമോഷണൽ റിയാക്ഷൻ എന്ന് പറയുന്ന സസ്പീഷൻ, ആങ്സൈറ്റി, ഫിയർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുകൊണ്ടാകും. അപ്പോൾ ഒരു വിശ്വാസം, അടിസ്ഥാന വിശ്വാസം, അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഇമോഷൻസ് ഇതാണ്. ദെൻ എ ഹാബിറ്റ് ഈസ് ഫോംഡ് അവോയ്ഡിങ് ക്ലോസ് റിലേഷൻഷിപ്പ്. അടുത്ത ആരുമായിട്ടും പെരുമാറാൻ നമുക്ക് സാധിക്കില്ല. ഇതെല്ലാം നമ്മുടെ ഉണ്ട്, അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. ദെൻ അടുത്ത കോർ ബിലീഫ് ഐ ആം കേപ്പബിൾ ഓഫ് ലേണിംഗ്. ഓക്കെ, ഒരു പ്രാവശ്യം തോറ്റു അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു, അത് സാരമില്ല, എനിക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എനിക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നായിരിക്കും. സോ ഐ ആം കേപ്പബിൾ ഓഫ്, അതൊരു കോർ ബിലീഫ് ആയിട്ട് വരുന്നു. ഇമോഷണൽ റിയാക്ഷൻ, കോൺഫിഡൻസ്, മോട്ടിവേഷൻ, ഞാൻ ഇത് ചെയ്യും, എനിക്കിത് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ആത്മവിശ്വാസം ഉണ്ടാകും. സോ ദ ഹാബിറ്റ് ഈസ് ഫോംഡ് സീക്കിംഗ് ഗ്രോത്ത് ആൻഡ് ന്യൂ സ്കിൽസ്. ഏതെല്ലാം രീതിയിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു അന്വേഷണം നമ്മൾ നടത്തുകയും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും, പുസ്തകങ്ങൾ വായിക്കും, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. ദെൻ അടുത്ത കോർ ബിലീഫ് ഐ നീഡ് ടു ബി പെർഫെക്റ്റ് ടു ബി അക്സെപ്റ്റഡ്. ഓക്കെ, ഞാൻ വളരെ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ മറ്റുള്ളവർ എന്നെ വിശ്വസിക്കുകയുള്ളൂ. ഇതൊരു നെഗറ്റീവ് പാറ്റേൺ ആണ്. അതിന്റെ ആ ഒരു ചിന്താഗതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വികാരം എന്ന് പറയുന്നത് ആങ്സൈറ്റി, സ്ട്രെസ് ആണ്. അത് കുറെ കാലം ഇങ്ങനെ കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ഓവർ വർക്കിംഗ്, പീപ്പിൾ പ്ലീസിങ്, ഇങ്ങനെയൊക്കെയുള്ള ഹാബിറ്റുകളാക്കി മാറ്റും. ഹാർഡ് വർക്കിങ്ങിനേക്കാളും കൂടുതൽ ഓവർ വർക്കിംഗ്, ടു മച്ച് എനർജി ഈസ് സ്പെൻഡ്, ഐ മീൻ അൺനെസസറിലി, ആൻഡ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കുന്നു നോക്കുന്നത്. കാരണം ഞാനിത് ചെയ്തില്ലേ, എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴേക്കും അവരോടൊക്കെ എല്ലാവരോടും വിളിച്ചു ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു, എൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ ചെയ്ത് എങ്ങനെയുണ്ട്. ഒരു 10 പേരോട് ചോദിച്ച് ഒരു ഇത് കിട്ടിയാലേ അവർക്കൊരു അന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു സന്തോഷമാകുള്ളൂ. ഓക്കെ, ദെൻ നമ്മൾ അടുത്തത് മൈൻഡ്ഫുൾ സ്ട്രാറ്റജിയിലേക്കാണ് പോകുന്നത്. എങ്ങനെ നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഇതുപോലെയുള്ള ഈ കോർ ബിലീവ്സ് സിസ്റ്റത്തിനെ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്ത് കൂടുതൽ റെസീലിയൻസ്, കൂടുതൽ ശാന്തി, അല്ലെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആ സമാധാനം, ഹാപ്പിനെസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിലീഫ് സിസ്റ്റം നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. മറ്റൊരു കാര്യം, നമുക്ക് ഈ ഇമോഷണൽ ട്രിഗേഴ്സ് അല്ലെങ്കിൽ ഇമോഷണൽ ഹാബിറ്റ്സ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അതങ്ങോട്ട് എറേസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് എറേസ് ചെയ്യാൻ പറ്റും, അല്ലേ? എല്ലാവർക്കും അറിയാം, ഡേറ്റ എറേസ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഫയൽ എറേസ് ചെയ്യുക. പക്ഷെ ഇമോഷണൽ ഹാബിറ്റിനും അല്ലെങ്കിൽ ഇമോഷണൽ ട്രിഗേഴ്സിനുമുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഈ ഇമോഷണൽ ഹാബിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അത് എറേസ് ചെയ്യാൻ പറ്റിയല്ല. നമ്മളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ബ്രെയിനിൽ നിന്ന്, നമ്മുടെ മെമ്മറിയിൽ നിന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് റീപ്ലേസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കൊരു തോട്ട് പാറ്റേൺ ഉണ്ടെങ്കിൽ ആ തോട്ട് പാറ്റേണിനെ ഞാൻ ഒരു ദിവസം നോക്കി അല്ലെങ്കിൽ പല ദിവസം നോക്കി അങ്ങ് എറൈസ് ചെയ്തു, അത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഫ്രീ ആയി എന്ന് നമ്മൾ കരുതരുത്. നമുക്ക് റീപ്ലേസ് ചെയ്യാനേ പറ്റുള്ളൂ വൈകാരികമായിട്ടുള്ള നമ്മളുടെ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. എന്താണ് മൈൻഡ്ഫുൾനെസ്സിനകത്ത് നമുക്ക് ഉണ്ടാകുന്നതെന്ന് ഓൾറെഡി നിങ്ങൾക്കറിയാം, ഞാനത് കൂടുതലായിട്ട് പറയേണ്ട. അതായത് നമുക്ക് സൂക്ഷ്മമായിട്ട് നമുക്ക് കാര്യങ്ങൾ, നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിട്ട് നമ്മുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ലെങ്കിൽ, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ അപ്പോഴപ്പോഴുള്ള വിചാരങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. അവർക്ക് ഒരുപക്ഷെ സന്തോഷമാണോ, കോൺഫിഡൻസ് ആണോ, അല്ലെങ്കിൽ ഭയമാണോ, എന്താണ്, അല്ലെങ്കിൽ വിശ്വാസക്കുറവാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. സോ ബ്രീത്തിങ് എക്സസൈസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തോടൊപ്പം തന്നെ ബ്രീത്തിങ്ങിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അക്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോഴും അത് റെഡ്യൂസ് ചെയ്യുന്നതിനും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് വരുന്നതിനും ബ്രീത്തിങ് സഹായിക്കും. ബ്രീത്തിങ് എന്ന് പറയുന്നത് ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും മാത്രമല്ല, ഇതൊരു വലിയൊരു ടൂളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്ക് പെട്ടെന്ന് ഒരു അഭയം എന്ന് നമുക്ക് വേണേൽ പറയാം, അഭയം പ്രാപിക്കുക എന്ന് പറയുന്നത്.
ഓക്കെ, ബ്രീത്തിങ് എക്സസൈസ് നമ്മളത് റെഗുലറായിട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ പല ബ്രീത്തിങ് എക്സസൈസ് ഇതിനു മുമ്പ് എൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളവർക്ക് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇമോഷണൽ ഹാബിറ്റുകളെല്ലാം മാറ്റുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കോർ ബിലീഫ് സിസ്റ്റം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കുക എന്നുള്ളതാണ്. നോൺ ജഡ്ജ്മെന്റൽ ഒബ്സർവേഷൻ, എസ്പെഷ്യലി തോട്ട്സ്. നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആകുക. ഇത് നമ്മളോട് തന്നെ, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാര വിചാരങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ഫോം ചെയ്യുന്നത്. ഒരാളെ കാണുമ്പോൾ ഓക്കെ അവൻ വരുന്നുണ്ട് അല്ലെ അവിടെ വരുന്നുണ്ട്, കള്ളനാ കള്ളിയാ എന്നുള്ളതാണോ, അതോ വേറെ ഏതെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ളതാണോ നമ്മൾ അല്ലെങ്കിൽ ഉള്ളത്? ഇത് പോസിറ്റീവ് ആകുന്നില്ലെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും, ഒരു വ്യക്തിയെ മാത്രമല്ല, നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദത്തെ, അല്ലെങ്കിൽ നമ്മൾ രുചിക്കുന്ന ഒരു ഭക്ഷണത്തെ, നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു പൂവ് തൊട്ട് എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ, അതിനെല്ലാം നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് കാണാൻ നോക്കുക. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളൊരു പക്ഷിയെ കാണുന്നു എന്ന് കരുതുക. നമ്മൾ എന്താ ചെയ്യുന്നത്? കാക്ക. നമ്മൾ ആ പക്ഷിക്ക് പേരിട്ട് കഴിഞ്ഞു. അപ്പോൾ തന്നെ ആ പക്ഷിയുടെ ഐഡന്റിറ്റി പോയി. ഞാനത് കാക്കയാണ് എന്ന് പറയരുതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കറുത്തതാണ്, അത് വെളുത്തതാണ്. കാക്ക വെളുത്തത് ഉണ്ടോ ഇല്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ ഏതെങ്കിലും തത്ത, അത് ഇങ്ങനെയുള്ളതിനെ കുറിച്ചുള്ളതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷി അല്ലെങ്കിൽ ഒരു പൂവ്, അതിന്റെ നിറം അത് വാടിയതാണോ അങ്ങനെയുള്ളതാണ്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് നമ്മൾ വ്യക്തികളെ കാണുമ്പോഴും നമുക്ക് ഉണ്ടാകുന്നത്. നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് നമുക്ക് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരങ്ങളെയും, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന, നമ്മൾ അടുത്ത് പെരുമാറുന്ന ആളുകളെയും, ലോകത്തെക്കുറിച്ച് മുഴുവനും നമുക്ക് ഒരു നല്ല ഒരു ഇതുണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഈ കോർ ബിലീഫ് സിസ്റ്റം നമ്മൾക്ക് മാറ്റണമെങ്കിൽ, തീർച്ചയായിട്ടും നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ആ ഒരു ട്രെയിനിങ് നമുക്ക് വേണം. ദെൻ അടുത്തത് റെക്കഗ്നൈസിങ് നെഗറ്റീവ് ഇമോഷണൽ ഹാബിറ്റ്സ്. എന്താണ്? എന്നോടിപ്പോ ഒരു ആള് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നു. ആ സമയത്ത് നമുക്ക് എന്താണ് നമുക്ക് ഉണ്ടാകുന്ന ആ വികാരം എന്ന് നോക്കുക. നമുക്ക് കോൺഫിഡൻസ് ആണോ അതോ ഫിയർ ആണോ? നമ്മള് ഉദാഹരണമായിട്ട് നമ്മൾ സ്കൂട്ടറോ അല്ലെങ്കിൽ കാറോ എടുത്ത് പുറത്തേക്ക് പോകുന്നു. എന്താണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ സമയത്ത് ഉണ്ടാകുന്നത്? ആ ഒന്ന് പുറത്തേക്ക് പോകണമെന്നുള്ളത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു യാത്ര, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പൊ നിങ്ങൾ ഡൽഹിക്കോ ബോംബെക്കോ പോവുകയാണ്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോവുകയാണ്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് എന്താണ് നമുക്ക് ഉണ്ടാകുന്നത്? അതുപോലെ തന്നെ ഏറ്റവും ചെറുതായിട്ടുള്ള കാര്യങ്ങളിൽ പോലും റെക്കഗ്നൈസിങ് നെഗറ്റീവ് ഇമോഷണൽ ഹാബിറ്റ്സ്, അത് എൻ്റെ സ്വന്തമാണ്, അതല്ലെങ്കിൽ എനിക്കുണ്ട് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. മനസ്സിലായി? നമ്മൾ അതിങ്ങനെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ അത് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ദെൻ ഐഡന്റിഫൈ ദി റെപ്പറ്റേറ്റീവ് പാറ്റേൺസ്. എന്താണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഒരു കാര്യം തിരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഐഡന്റിഫൈ റെപ്പറ്റേറ്റീവ് പാറ്റേൺസ്, ദെൻ അണ്ടർസ്റ്റാൻഡ് ദ ട്രിഗേഴ്സ്. എന്താണ് ഇതിന്റെ പിന്നിൽ ട്രിഗർ ആയിട്ട് പ്രവർത്തിക്കുന്നത്? എനിക്ക് എന്നെക്കുറിച്ച് തന്നെയുള്ള അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഏതെങ്കിലും ഒന്ന് മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതിന്റെ പിന്നിലുള്ള ട്രിഗേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കുക. ദെൻ ഒബ്സർവ് ദി ഫിസിക്കൽ റെസ്പോൺസസ്. എന്താണ് എല്ലാ ഇമോഷൻസിനും, അല്ലെ ഏതൊരു ട്രിഗർ വരുമ്പോഴും അതിന്റെ പിന്നിൽ ഒരു ഫിസിക്കൽ റിയാക്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും, അല്ലെ റെസ്പോൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ എന്ത് ഭയമാകട്ടെ, ഇനി സന്തോഷമായാലും അതെ. നമ്മളിപ്പോൾ ഒരാളെ കാണുന്നു, സന്തോഷമുണ്ട്, നമ്മുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ, നമ്മുടെ ബോഡി ലാംഗ്വേജിൽ, നമ്മളുടെ മുഖത്ത്, ശരീരത്തിലെല്ലാം അത് പ്രതിഫലിക്കും. ഇനി നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിലും അത് ആ രീതിയിൽ വരും. അപ്പൊ ട്രിഗേഴ്സ് ഉണ്ടാകും, അതുപോലെ ഇമോഷൻസ് ഉണ്ടാകും. അത് ഫിസിക്കൽ ആയിട്ടുള്ള റെസ്പോൺസിലേക്ക് പോകുന്നു. ഇതെന്താണെന്ന്, എസ്പെഷ്യലി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുക. ദെൻ അടുത്ത മൈൻഡ്ഫുൾ സ്ട്രാറ്റജി, ഐഡന്റിഫൈയിങ് കോർ ബിലീവ്സ് ബിഹൈൻഡ് നെഗറ്റീവ് ഇമോഷൻസ്. നമ്മളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ആ ഇമോഷൻസിലുള്ള കോർ ബിലീവ്സ് എന്താണ്? നമുക്ക് എല്ലാവർക്കും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നമ്മൾ അറിയുകയും അതിനെ മാറ്റാൻ ശ്രമിക്കുക. അൺകവർ ദ റൂട്ട് തോട്ട്സ്. എന്താണ്? അപ്പൊ മൈൻഡ്ഫുൾ ആണെങ്കിൽ നമുക്കത് സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ അത് മാറ്റുന്നതിനെ പറ്റി എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞു തന്നാൽ ഉപകാരമായി. കറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ വേണം. അതിന്റെ റൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, ഉദാഹരണമായിട്ട് ആസ്ക് യുവർ സെൽഫ്, വാട്ട് ബിലീഫ് ഡു ഐ ഹോൾഡ് ദാറ്റ് ഫ്യൂവൽ ദിസ് ഇമോഷൻ. അതായത് ഈ വികാരത്തെ കത്തിക്കാൻ വേണ്ടി, അതിനെ തിളപ്പിക്കാൻ വേണ്ടി, അതിന് തീ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണെന്നുള്ളത് അത് നമുക്ക് ഓരോരുത്തരും കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് നമ്മളുടെ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ ലോകത്തെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ,
ഇതെല്ലാം വാസ്തവത്തിൽ നമ്മളുടെ ആ ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എസ്പെഷ്യലി നമ്മളുടെ ഈ ഇപ്പം നാട്ടിലുള്ള ഇത് കാണുമ്പോഴേക്കും ടി വി ഒക്കെ കാണുക, അല്ലെ ന്യൂസ് ചാനലുകൾ കാണുമ്പോൾ ഇത് വളരെയേറെ ആളിക്കത്തുന്ന ഒരു സന്ദർഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവിടെയുള്ള ആ ടി വികൾ അല്ലെ ന്യൂസ് ചാനലുകളൊന്നുമില്ല. ഇപ്പൊ ഒരു ഉദാഹരണം ഇന്നലെ നടന്നൊരു സംഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഈ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കാൾ ഹൈൻസ് ഗ്രാസർ എന്ന് പറയുന്ന ഒരു ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അയാൾ ഈ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. ഒരു 10-20 വർഷം മുമ്പ് ഇവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അയാള് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇവിടെയും വളരെ അപൂർവമായിട്ടെന്ന് പറഞ്ഞ പോലെ കറപ്ഷൻ നടത്തി. കഴിഞ്ഞ 16 വർഷം ആ പ്രോസസ്സ് നടന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അയാളെ 8 വർഷത്തേക്ക് ഹൈക്കോർട്ട് ജഡ്ജ് വിധിച്ചു. അതായത് 8 വർഷത്തെ കഠിന തടവിന് അയാളെ ശിക്ഷിച്ചു. അയാൾ വീണ്ടും അപ്പീലിന് പോയി. ഇന്നലെ ഇവിടുത്തെ പകൽ ടൈമില് ഇവിടുത്തെ സുപ്രീം കോർട്ട് അയാളുടെ ആ ശിക്ഷ 4 വർഷത്തേക്കായി ഇളവ് ചെയ്ത് കൊടുത്തു. എന്നാലും ഇത് പോകണമെന്ന് പറഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടുത്തെ ടി വിയിൽ ഒരു ന്യൂസ് അല്ലാതെ ഒരു ചർച്ചയോ ഒന്നും നടന്നിട്ടില്ല. ഒരു കാര്യം ഞാൻ ഇന്നലെ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി, നമ്മുടെ നാട്ടിലാണെങ്കിൽ ആരൊക്കെയാണ് ഓപ്പോസിഷൻ പാർട്ടിക്കാർ വരും. ശരിയല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് പറയൂ. ഓപ്പോസിഷൻകാരും എല്ലാ പാർട്ടിക്കാരോടും ചോദിക്കും. അപ്പൊ അവരെന്ത് പറയും? അവൻ ചെയ്തതാണ്, അവൻ ഇത് പോരായിരുന്നു, അതിന് സുപ്രീം കോടതി ചെയ്ത് ശരിയായില്ല, 8-ന് 16 കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാവരും എല്ലാ കോണിൽ നിന്നും ആക്രമിക്കാൻ തുടങ്ങും. ഇതിന്റെ അർത്ഥം നമ്മൾ എന്താണ്, നമ്മളുടെ ഈ റൂട്ട് കോസ് എന്താണെന്നും അതുപോലെ തന്നെ നമുക്ക് രാഷ്ട്രീയമായിട്ട് മതപരമായിട്ട് ഇങ്ങനെ ഒട്ടനവധി മേഖലകളിൽ നമ്മൾ പക്വത പ്രാപിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സോ ഇത് കേൾക്കുക എന്നുള്ളതല്ലാതെ ഇത് വളരെ വളരെ നിഷ്പക്ഷമായിട്ടാണ് ഇവിടുത്തെ ടി വി അത് റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, ലുക്ക് ഫോർ എവിഡൻസസ്. അടുത്തത് നമുക്ക് ഇതിന്റെ കാര്യകാരണങ്ങൾ എന്താണ്, എനിക്ക് എന്റെ മനസ്സിലുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ളത് ഇറ്റ്സ് ഓൾ റൈറ്റ്. നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇതെന്തെങ്കിലും തരത്തിലുള്ള ഒരു എവിഡൻസ് ഉണ്ടോ? ഞാനിപ്പോൾ ഒരാളെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ലോകത്തെക്കുറിച്ച്, മറ്റുള്ളവരെക്കുറിച്ച്, മറ്റുള്ള രാജ്യക്കാരെക്കുറിച്ച് ജനറൽ ആയിട്ട് പറയുന്നതിൻ്റെയൊക്കെ എവിഡൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ മാതാപിതാക്കന്മാരെ കുറിച്ച്, എൻ്റെ മക്കളെ കുറിച്ച്, എൻ്റെ ഭാര്യയെക്കുറിച്ച്, എൻ്റെ ഭർത്താവിനെ കുറിച്ചൊക്കെ പറയുന്ന ഞാൻ നെഗറ്റീവായിട്ട് അവർക്ക് ചാർത്തി കൊടുക്കുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കുക. അടുത്ത മൈൻഡ്ഫുൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ അവയർനെസ് ആൻഡ് ഡിറ്റാച്ച്മെന്റ്. ഒരു കാര്യം നമ്മൾ അറിയുന്നു, അത് ആവശ്യമില്ല, ഇത് കൂടുതൽ സ്പെക്കുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മളൊരു ഡിറ്റാച്ച്മെന്റ്, നമ്മളൊരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച്ഡ് ആകുന്നതിന് വേണ്ടിയിട്ട് കൂടി ശ്രമിക്കണം. അതാണ് നമ്മളുടെ ആ വൈകാരികമായിട്ടുള്ള ആ ഡിറ്റാച്ച്മെന്റ് ഒരു അഡിക്ഷൻ ആണ്. അത് പല കാര്യങ്ങളിൽ നമുക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന്, ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ വരണം. അപ്പൊ നമുക്ക് നമ്മളുടെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് കൊണ്ടും ബാക്കിയുള്ളത് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് എസ്പെഷ്യലി ഗ്രാറ്റിറ്റ്യൂഡ്, ദെൻ നോൺ ജഡ്ജ്മെന്റൽ ഒബ്സർവേഷൻ ആണ്. എനിക്കിത് പറയണ്ട, അങ്ങനെ പറയാൻ ഒരു വ്യഗ്രത നമ്മളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു ട്രിഗർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കുക. നമുക്കൊരു വാർണിംഗ് സിസ്റ്റം നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടണം. എന്താണ്? നോ, ഐ എം നോട്ട് ഗോയിങ് ടു ജഡ്ജ് എനിത്തിങ് അബൌട്ട് അതർ പീപ്പിൾ ഓർ മൈസെൽഫ് ഓർ അടുത്തുള്ളവരെ കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച് ചെയ്യണ്ട എന്നുള്ള ആ ഒരു നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് വളർന്നു വരണം. ദെൻ ലേബൽ ദ തോട്ട്സ് നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ അതിനെ എന്താണ്, എനിക്കിപ്പം ഒരാളെ കുറ്റം പറയാനുള്ള ഒരു മനസ്ഥിതിയാണോ ഉണ്ടാകുന്നത്, ആ തരത്തിലുള്ള തോട്ട്സ് ആണോ ഫീലിങ്സ് ആണോ ഉണ്ടാകുന്നതെന്ന് ഉണ്ടെങ്കിൽ, എനിക്ക് അസൂയുണ്ട്, അല്ലെങ്കിൽ കോപമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരോടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവരെ ജഡ്ജ് ചെയ്യുന്ന രീതി തെറ്റാണ്, അതിനുണ്ടാകുന്ന വികാരങ്ങളും ഫീലിങ്സും ഇതൊക്കെ നമ്മൾ ലേബൽ ചെയ്യുക, അതിനെ പേരിട്ട് വിളിക്കുക. ദെൻ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് ആ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരിത്, 3 തരത്തിലുള്ളത്, നമ്മളെക്കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച്, ലോകത്തെക്കുറിച്ചുള്ള ആ ജനറൽ ആയിട്ടുള്ള ഇത് പോകണമെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു അഭയം പ്രാപിക്കുക എന്ന് പറയും. അഭയം പ്രാപിക്കുക, അത് അതിനേക്കാളും കൂടുതൽ ഒരു നല്ല വാക്കുണ്ട്, പക്ഷെ എനിക്കിപ്പോ കിട്ടുന്നില്ല മലയാളത്തിൽ തന്നെ. അത് എന്ത് ചെയ്യാം, നമുക്ക് ബ്രീത്തിങ്ങിലേക്ക് പോകാം. അങ്ങനെ ആ ബ്രീത്തിങ്ങിൽ പോയിട്ട് അവിടെ നമുക്ക് ഒരു നങ്കൂരമിട്ട് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്, വികാരം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പെട്ടെന്ന് ബ്രീത്തിങ്ങിൽ, ഇതൊക്കെ ഒരു പുതിയ ഹാബിറ്റ് ആയിട്ട് നമ്മളിൽ വരണം. എങ്കിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്ന ഹാബിറ്റ് ആണ്.
ദെൻ കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് ത്രൂ മൈൻഡ്ഫുൾനെസ്. അതായത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച്, നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നത് മറ്റുള്ള ഇത് ഏതെങ്കിലും കാര്യത്തിൽ എന്നെക്കുറിച്ച് തന്നെയാകാം, മറ്റുള്ളവരെ കുറിച്ചും ആകാം, അതിനെ നമ്മളൊന്ന് റീഫ്രെയിം ചെയ്യുക. റീഫ്രെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒബ്സർവറിന്റെ ഇതിലേക്ക് വരണം, ഒരു നിരീക്ഷകൻ അല്ലെങ്കിൽ നിരീക്ഷകയുടെ പൊസിഷനിൽ വന്നാലേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് റീഫ്രെയിം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മളത് ചിന്തയും ചിന്തിക്കുന്ന ആളും ഒരേ രീതിയിൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം റീഫ്രെയിം ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്. ഇപ്പോൾ ഉദാഹരണം, ഐ ഓൾവേസ് മെസ് അപ്പ് എന്നുള്ള ആ ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒപ്പീനിയൻ ആണ് എന്നെക്കുറിച്ച് തന്നെ ഉണ്ടാകുന്നതെങ്കിൽ, ദെൻ അതിനെ റീഫ്രെയിം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഐ മേക്ക് മിസ്റ്റേക്സ് ബട്ട് ഐ ഓൾവേസ് ലേൺ ടു ഗ്രോ. അങ്ങനെ നമുക്ക് മാറ്റി പറയാൻ പറ്റും. ദെൻ അടുത്ത ഒരു മൈൻഡ്ഫുൾനെസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് an attitude ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് നമ്മൾ കൂടുതലായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. ഇവിടെ ഒരു സ്പെല്ലിംഗ് തെറ്റുണ്ട്, ഞാനത് കാണുന്നത്. അതായത് സെൽഫ് കമ്പാഷൻ, കൂടുതലായിട്ട് നമ്മൾ സെൽഫ് കമ്പാഷൻ കൂടി പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് സെൽഫ് കമ്പാഷൻ, അതായത് നമ്മളോട് തന്നെ, അതായത് എനിക്കിപ്പം എന്താണ് നെഗറ്റീവായിട്ടുള്ള ഈ കോർ ബിലീഫ് സിസ്റ്റത്തിലുള്ള ട്രിഗേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള ഇതുണ്ടെങ്കിൽ, അതായത് നമ്മൾക്ക് ഹാബിറ്റ് ഉണ്ടെങ്കിൽ, ഡോണ്ട് ഹെയ്റ്റ് അല്ലെങ്കിൽ ഡോണ്ട് ബ്ലെയിം സെൽഫ്. അതിന് പകരം നമുക്ക് കൂടുതൽ കമ്പാഷൻ, നമുക്ക് മറ്റുള്ളവരോടും എന്നോട് തന്നെ കൂടുതൽ സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് ഉള്ള അവസരമായിട്ട് അത് എടുക്കുക. സാരമില്ല, നമ്മുടെ തന്നെ തോളിൽ ഒന്ന് തട്ടി സാരമില്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ സെൽഫ് കമ്പാഷൻ, എസ്പെഷ്യലി മൈൻഡ്ഫുൾ സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് സാധിക്കണം. ദെൻ ക്രിയേറ്റ് ന്യൂ പോസിറ്റീവ് പാറ്റേൺസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഈ ചിന്താഗതികൾ അല്ലെങ്കിൽ ഹാബിറ്റുകൾ മാറ്റണമെങ്കിൽ നമുക്ക് വേറൊരെണ്ണം വേണം അവിടെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിങ്ങനെ എംപ്റ്റി ആയിട്ട് നമുക്ക് വിടാൻ പറ്റിയല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, യൂസ് പോസിറ്റീവ് സെൽഫ് അഫർമേഷൻസ് ദാറ്റ് അലൈൻ വിത്ത് ദി ന്യൂ ബിലീവ്സ് ഇൻ യുവർ ഫോമിങ്. ഏതെങ്കിലും തരത്തിൽ എനിക്ക് ഭയമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സെൽഫ് വിശ്വാസക്കുറവുണ്ട്, അപ്പം എനിക്കിത് ചെയ്യാൻ സാധിക്കും, അതല്ലെങ്കിൽ മറ്റുള്ളവരെ വിധിക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ അത് എൻ്റെ കാര്യമല്ല എന്നുള്ളത് വിചാരിച്ച്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വ്യത്യസ്തമായ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എന്താണ് കോഗ്നിറ്റീവ് റീഫ്രെയിമിങ് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ എടുക്കുക. അപ്പൊ എന്തുകൊണ്ട് ന്യൂ ബിലീവ്സ് യു ആർ ഫോമിങ്, സെൽഫ് അഫർമേഷൻസ് കൂടുതൽ കൊടുക്കുക. അതുപോലെ തന്നെ ഇനി മറ്റുള്ളവരിലാണെങ്കിൽ അവർക്ക് നന്മയുണ്ടാകുക. ലെറ്റ് ദം ബി ഹാപ്പി, ലെറ്റ് ഹിം ബി ഹാപ്പി, ഓർ ലെറ്റ് ഹെർ ബി ഹാപ്പി, ഓർ ലെറ്റ് ഹിം ബി ഹെൽത്തി. അങ്ങനെയുള്ള ആ ഒരു അഫർമേഷൻസ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുക. ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള ആ ഒരു ചിന്തയാണെങ്കിൽ ഐ ആം കേപ്പബിൾ ആൻഡ് ലേണിംഗ് എവരി ഡേ, ഞാൻ ഓരോ ദിവസവും കൂടുതൽ പഠിക്കുകയാണ് എന്നുള്ള ആ രീതിയിൽ ഒരു റീഫ്രെയിം, restructure and see the things in a different way. Then visualize yourself embodying these new beliefs in your everyday life. അതായത് നമ്മളെ തന്നെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് പഠിക്കുക. അത് മൈൻഡ്ഫുൾനെസിന്റെ ഒരു ഭാഗമല്ല. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് പ്യുവർലി മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനകത്ത് സാധാരണ ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് തന്നെ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിൽ ഇരുന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെത്താൻ ഞാൻ ശാന്തമായി പോകുന്നു. ഇപ്പൊ എനിക്ക് ഉദാഹരണമായിട്ട് ഡ്രൈവ് ചെയ്യാൻ എനിക്ക് പേടിയാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ ശാന്തമായി വണ്ടി ഓടിച്ചു പോകുന്നതായി ഉള്ളതിനെ കുറിച്ചൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അല്ലെ മറ്റേതെങ്കിലും ഒരു തരത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബെറ്റർ ആകണം, എൻ്റെ ഈ ഹാബിറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ, ട്രൈ ടു വിഷ്വലൈസ് ദാറ്റ് ഐ ആം ഡൂയിങ് ദിസ് വേ. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് പരീക്ഷ എഴുതാൻ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ, അവിടെയും ഞാൻ ശാന്തമായി പോകുന്നു, പരീക്ഷ എഴുതുന്നു, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുന്നു, ഞാൻ ശാന്തമായി സംസാരിക്കുന്നു. അതിനെ ഒന്ന് റിഹേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ദെൻ മൈൻഡ്ഫുൾ ഇമോഷണൽ റെഗുലേഷൻ ടെക്നിക്സ് എന്തൊക്കെയാണ്? പ്രാക്ടീസ് മെഡിറ്റേഷൻ, ദെൻ ബോഡി സ്കാൻ മെഡിറ്റേഷൻ നിങ്ങൾക്കറിയാം, മൈൻഡ്ഫുൾ ജേർണലിംഗ് അറിയാം, മൈൻഡ്ഫുൾ അഫർമേഷൻസ് അറിയാം. ഇതെല്ലാം മൈൻഡ്ഫുൾ ഇമോഷണൽ റെഗുലേഷൻസിന്റെ ടെക്നിക്സ് ആയിട്ട് വരുന്നതാണ്. കൂടുതലായിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ബോഡി സ്കാൻ മെഡിറ്റേഷൻ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ദെൻ മൈൻഡ്ഫുൾ ജേർണലിംഗ് ആൻഡ് മൈൻഡ്ഫുൾ അഫർമേഷൻസ് കൂടുതലായിട്ട് കൊടുക്കുക. എനിക്കിത് സാധിക്കുമെന്ന് റിയലിസ്റ്റിക് ആയിരുന്നു കേട്ടോ. അല്ലാതെ ഞാൻ പറഞ്ഞേ ഇപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് പറയണം ഐ ക്യാൻ ടോക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഇംഗ്ലീഷ് പഠിക്കുകയും കൂടെ ചെയ്യണം. അത് അങ്ങനെ പറഞ്ഞ ഒരു സെൽഫ് അഫർമേഷൻ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയല്ല, അല്ലെങ്കിൽ ജർമ്മൻ പഠിച്ചിട്ട് കാര്യമില്ല.
നമ്മൾ ചെയ്യുക, താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ ചെയ്യുക. പക്ഷെ ആ പറയാനുള്ള പേടിയാണ് മാറ്റേണ്ടതെങ്കിൽ ഒപ്പം പഠിക്കുക, കൂടുതൽ വർക്ക് ചെയ്യുക, കൂടുതൽ ചെയ്യുക. എന്നിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കോൺഫിഡൻസും അതുപോലെ സെൽഫ് അഫർമേഷൻസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കൂടുതലായിട്ട് സാധിക്കും. ദെൻ റീഇൻഫോഴ്സിങ് ന്യൂ കോർ ബിലീവ്സ്. ഏതാണ് നമുക്ക് മാറ്റേണ്ടതെങ്കിൽ ആ കോർ ബിലീവ്സ് ഉണ്ടാക്കുക. നമുക്കറിയാം നമ്മളുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ കുറിച്ച് അറിയാം. അതുപോലെ തന്നെ അമിഗ്ഡാല ഹൈജാക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇതൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ റീഇൻഫോഴ്സ് ചെയ്യുക. പുതിയ ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് പുതിയ ഹാബിറ്റ് എന്താണ് നമുക്ക് ഉണ്ടാകേണ്ടതെന്നതിനെ കുറിച്ച് നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ട് അത് റീഇൻഫോഴ്സ് ചെയ്യുക. കാരണം അപ്പോഴേക്കും നമ്മളുടെ പുതിയ ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി നമുക്ക് പയ്യെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും, അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ ഡെയിലി മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. ദെൻ അടുത്തത് ഒരു സറൗണ്ട് വിത്ത് യുവർ പോസിറ്റീവ് പീപ്പിൾ, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ളതുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റിവിറ്റി. എസ്പെഷ്യലി ഈ കാലത്ത് വളരെ ഇതാണ്. പണ്ട് നമ്മൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ന്യൂസ് പേപ്പർ ആയിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ TV വന്നു, ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നു. ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മളുടെ ഇടയിലേക്ക് നമ്മുടെ ഈ സമൂഹത്തെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ എല്ലാ കോർ ബിലീഫ്സും നമുക്ക് കൂടുതൽ റീഇൻഫോഴ്സ് ചെയ്യത്തക്ക രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോകളും ഇൻഫർമേഷൻസ് എല്ലാം വരുന്നുണ്ട്. അത് വായിക്കാതിരിക്കുക, അത് ഫോർവേഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആളുടെ കൂട്ടത്തിലാണെന്നുണ്ട് ഒന്നും ശരിയാകില്ല കേട്ടോ. ഇതൊന്നും ഈ ലോകം ഒന്നും ശരിയാകുകയില്ല, ഈ നാട് ശരിയാകുകയില്ല എന്ന് കരുതി നമ്മൾ 10 പ്രാവശ്യം പറയുമ്പോൾ അത് നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ 11ാമത്തെ പ്രാവശ്യം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്ത ഈ കോർ ബിലീവ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. സോ സറൗണ്ട് വിത്ത് യുവർ പോസിറ്റീവ് ആയിട്ടുള്ള ആ ആളുകളുമായിട്ട് നമ്മൾ സറൗണ്ട് ചെയ്യുക. ടേക്ക് എ കോൺഷ്യസ് ആക്ഷൻ. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് കോൺഷ്യസ് ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ദെൻ ഡെവലപ്പ് ഹെൽത്തി ഔട്ട്ലെറ്റ്സ്. ഫോർ എക്സാമ്പിൾ റൈറ്റിംഗ്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ പുതിയ ഹാബിറ്റിന്റെ ഒരു ഇതാണ്, നമ്മൾക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കുക. ഈ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കാതെയും ഇതൊന്നും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഏതെങ്കിലും തരത്തിലുള്ള പുതിയ ഹാബിറ്റുകളിൽ കൂടുതലായിട്ട് പാഷനേറ്റ് ആയിട്ട് എൻഗേജ് ചെയ്യുക. റൈറ്റിംഗ് ആകാം, പെയിന്റിംഗ് ആകാം, അതല്ലെങ്കിൽ കൂടുതൽ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അത് ചെയ്യാം. ദെൻ നറിഷ് യുവർ വെൽബീയിങ്. ഇത് നമ്മുടെ ശരീരത്തുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ഹെൽത്തി ഈറ്റിംഗ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കറിയാം. കാരണം ആഹാരങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഭക്ഷണ സാധനങ്ങൾ ഹോട്ടലിൽ പോയി കഴിക്കുക, 5 സ്റ്റാറിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള കൂടുതൽ പോഷകാഹാരമുള്ള, നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടത്ര ഭക്ഷണങ്ങൾ കഴിക്കുക, ഒത്തിരി കഴിക്കാതിരിക്കുക. സ്റ്റേയിങ് ഹൈഡ്രേറ്റഡ്. ദിസ് ഈസ് ഓൾസോ എ മൈൻഡ്ഫുൾ ആക്ഷൻ. കാരണം ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ്, അതായത് ബോഡിയെ റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രാക്ടീസ് കമ്പാഷൻ, അതായത് കൂടുതലായിട്ട് എന്നോട് തന്നെ, മറ്റുള്ളവരോട് തന്നെ, ലോകത്തോട് തന്നെ കൂടുതൽ കമ്പാഷൻ ചെയ്യുക. കമ്പാഷനേറ്റീവ് ആയിട്ട് ഉള്ള ആ മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്യുക. ഉദാഹരണം സെൽഫ് കമ്പാഷൻ. നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുക. നമ്മളെ സ്നേഹിക്കുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല. അത് നമ്മളുടെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള മെന്റാലിറ്റി അല്ല. കൂടുതലായിട്ട് നമ്മൾ അതുപോലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കൊടുത്ത് നമ്മളെ തന്നെ നമ്മൾ ഒരുക്കുക. ദെൻ കമ്പാഷൻ ടു അതർ ഇൻഡിവിജ്വൽസ്. മറ്റുള്ളവരോട് നമ്മുടെ ചിലപ്പം മരുമകളും അമ്മായിമ്മയും തമ്മിൽ, അല്ലെങ്കിൽ അപ്പനും മകനും തമ്മിലായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഈ കോർ ബിലീവ് സിസ്റ്റത്തിലൂടെ പോകുന്നത്. നീ ശരിയാകുകയായിരുന്നു മകൻ അപ്പനോട് എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ മാറ്റിയിട്ട് അവരോട് കൂടുതൽ കമ്പാഷനേറ്റ് ആയിട്ടുള്ള അത് പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറുക. ദെൻ കമ്പാഷൻ ടു ദ വേൾഡ്. നമ്മളുടെ രാജ്യങ്ങളെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ ഉള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആ ജഡ്ജ്മെന്റ് വിട്ടിട്ട് അവരോടും കൂടുതൽ കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതിനടുത്തത് ബിസിനസ്. ഓക്കെ, ഞാൻ പുസ്തകത്തെ കുറിച്ചാണ്. ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് പറയാണ്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കേട്ടവർ ക്ഷമിക്കുക. അതായത് ഞാൻ കഴിഞ്ഞ 23 ഡിസംബറിൽ ഞാനൊരു പുസ്തകം ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു, ഋതുമന്ത്രണങ്ങൾ. അതായത് നേച്ചറിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ചെറിയ ചെറിയ കൊച്ചു കവിതകൾ, തോട്ട്സ് ഒക്കെയാണ്, പടങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. അത് ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു. അതുപോലെ ഈ മാസം മാർച്ച് 8-ാം തീയതി ഞാൻ ഇവിടെ പബ്ലിഷ് ചെയ്തു. പക്ഷെ നാട്ടിൽ ആ പുസ്തകം അവൈലബിൾ ആണ്. നാട്ടിൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല.
ഇത് രണ്ടാമത്തെ പുസ്തകം ആന്തരിക മൗനം നമ്മുടെ അസ്തിത്വ സാരാംശം എന്ന പുസ്തകം. ഇതിന്റെ മൊത്തം അതായത് ടോട്ടൽ വില എന്ന് പറയുന്നത് 700 രൂപയാണ്. പക്ഷെ ഇപ്പൊ സ്പെഷ്യൽ ഓഫർ ഉണ്ട്, 450 യൂറോ, സോറി യൂറോ അല്ല രൂപയാണ്. അത് ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേ ആണ്, നിങ്ങളെല്ലാം ഫെമിലിയർ ആണ്, അപ്പൊ നിങ്ങൾക്ക് 450 രൂപയ്ക്ക് കിട്ടും. അതാണ്. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. ഞാൻ ഈ നമ്പർ ആരെങ്കിലും പുതുതായിട്ട് വന്നവർ എഴുതി എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ സ്ക്രീൻ അല്പം കാണിക്കുന്നതേ ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ആന്തരിക മൗനം എന്ന് പറഞ്ഞ ബുക്കിന് 250 രൂപയല്ലേ ഉള്ളൂ, വായിച്ചാൽ മതിയല്ലോ അല്ലേ? മതി സാറേ. പോസ്റ്റേജ് ഇൻക്ലൂഡിങ് പോസ്റ്റേജ് ആണ് കേട്ടോ. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ, അപ്പൊ താങ്ക് യു സർ. തീർച്ചയായിട്ടും ഇന്നത്തെ വിഷയം വളരെ ആധികാരികമായ വിഷയമാണ്. ഇമോഷണൽ പ്രോബ്ലംസ് എങ്ങനെ ശീലങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കാം എന്നുള്ള ആ ഒരു വിഷയം. അതുപോലെ സാറിന്റെ ബുക്ക് ആന്തരിക മൗനം എന്ന് പറയുന്നതും എനിക്ക് തോന്നുന്നു കുറെ കാലമായിട്ട് സാർ എഴുതുന്ന ഒത്തിരിയും ലേഖനങ്ങൾ അല്ലെ, ചെറിയ ഇതൊരു വലിയ ലേഖനമാണ് സാറേ. ഇതൊരു നീണ്ട സത്യം പറഞ്ഞാൽ ഇതൊരു ലേഖനം, ഒരു നീണ്ട ലേഖനത്തിന്റെ ഒരു പുസ്തകമാണ്. ഇവിടെ മേടിച്ചിട്ടുള്ളവര് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെയാ, പറഞ്ഞോളൂ സാറേ. രണ്ടുപേരുടെ പറഞ്ഞിരുന്നു, ഞാൻ നമ്പർ കൊടുത്തിരുന്നു. ഒരു നസീം മാമിന് കൂടെ നമ്പർ കൊടുക്കേണ്ടതുണ്ട്, ഞാൻ കൊടുക്കാം. ഓക്കെ, മീനാക്ഷി മാം പറയൂ ക്ലാസ്സിനെ കുറിച്ചും. ആന്റണി ജി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്താ പറയാ, ഇന്ന് നിങ്ങൾ പറഞ്ഞ ആ 3 കോർ ബിലീഫും നമ്മളുടെ ഇമോഷണൽ റിയാക്ഷനും ഹാബിറ്റ് ഫോർമേഷനും അതിന് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോ അത് ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആണ്. കാരണം ഇപ്പൊ അത് ഈ ഒരു രീതിയിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് 100% ശരിയാണെന്ന് തന്നെയാണ്. അപ്പോൾ ദാറ്റ് വാസ് വെരി വെരി നൈസ്. പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വെരി വെരി നൈസ് ക്ലാസ്. താങ്ക് യു സോ മച്ച്. അതിൽ ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെത് ലാസ്റ്റ് പറഞ്ഞ നമ്മൾ എങ്ങനെയാണ് നമ്മളത് ഓവർകം ചെയ്യാന്നുള്ളത്, അതിൽ കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോ ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത് നല്ലതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ട്രൈ ചെയ്യണം. ബട്ട് വാട്ട് ഐ എം സെയിങ്, അറ്റ്ലീസ്റ്റ് one we should try and achieve that. Appo പിന്നെ gradually we can go to the next one. Thank you so much for your time and efforts. Thank you. Okay, thank you. Yeah. Okay, thank you. ഒരാൾക്ക് പറയാൻ പറയാം, ഇനി നമുക്ക് മെഡിറ്റേഷനിൽ പോയതിനു ശേഷം ഈ കോർ ബിലീഫ് ബെനിഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് വരുമല്ലോ, റിയലി അല്ല, ബെനിഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് ചില കോർ ബിലീഫുകൾ നമ്മൾ വെച്ചോണ്ടിരിക്കുകയല്ലേ. ഒന്നാമത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതൊക്കെ അത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് മൈൻഡ്ഫുൾ ആയിട്ട് മാറ്റാൻ മുഖ്യത്തില്ല. അത് മാറ്റണമെങ്കിൽ അതുപോലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഈ മൈൻഡ്ഫുൾ ആയിട്ട് മാറ്റണമെങ്കിൽ. ഓക്കെ സാറേ, ഒരു വ്യക്തി ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം, ഇപ്പൊ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, സംസാരിക്കുന്നത്. ഇതിനനുസരിച്ചുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് സംഭവിക്കണമെങ്കിൽ ആ വ്യക്തി ഒരു അന്വേഷകനോ അന്വേഷകയോ ആയിരിക്കണം. അല്ലാതെ ഒരിക്കലും മാറ്റം വരുത്താൻ ആർക്കും സാധിക്കില്ല. ദാറ്റ് മീൻസ് ബേസിക്കലി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവര് ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പൊ റോയ് സാറ് പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോട് കൂടിയാണ്, ഇപ്പം രാഷ്ട്രീയം എന്നുള്ള ഒരു വാക്കുകൂടി സാറ് പറഞ്ഞു. അപ്പൊ അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാറാൻ സാധിക്കില്ല. കാരണം അവർക്ക് വേണമെങ്കിൽ ഇത് പറയും. പക്ഷേ നമ്മൾ ഒരു അന്വേഷകനോ അന്വേഷകയാകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാല് അതിന്റെ ഉത്തരം, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നമ്മൾ കണ്ടു. ഇതല്ല എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു കൺവിക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഈ വഴിയിൽ നിന്ന് മാറി വേറൊരു വഴി എനിക്ക് പോകണമെന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെ, സീക്കേഴ്സിനെ നമുക്കറിയാം. ഇപ്പം ബുദ്ധനെ കുറിച്ച് നമുക്ക് പറയാം. ബുദ്ധനകത്ത് അദ്ദേഹം എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി, അതല്ലെങ്കിൽ എനിക്കിതല്ല എന്നുള്ള ഒരു അന്വേഷണ ഒരു കൗതുകം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മളൊക്കെ സാധാരണ വ്യക്തികളാണെങ്കിൽ പോലും നമ്മളിൽ തന്നെ വലിയ ഒരു അന്വേഷകന്റെയോ അന്വേഷകയുടെയോ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ
പറയാമെന്നുള്ളതല്ലാതെ നിരന്തരം അന്വേഷിക്കുന്ന ഒരു മനസ്സുണ്ടാകണം നമുക്ക്. അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം നമ്മൾ വളർത്തിയാൽ മാത്രമേ ഏതൊരു ചേഞ്ചും നമുക്ക് വരുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ നിസ്സാരമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നു. എന്താണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഇന്നത് നേടണമെന്നുള്ള ഒരു ആഗ്രഹമായിരിക്കണം. പക്ഷെ ഞാൻ പറയുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല, ആന്തരികമായിട്ടുള്ള. അപ്പൊ അതിന് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് വേണമെന്നില്ല. അത് ഇതിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു രീതിയിലുള്ള ഒന്നാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഒരു മതത്തെയും ബേസ് ചെയ്യാതെ അതേസമയം ശാസ്ത്രീയമായ രീതിയിൽ. അപ്പം എൻ്റെ അഭിപ്രായം ഇതാണ്, തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കുന്നവരാകണം. തീവ്രമായ ഒരു അന്വേഷണത്തിൻ്റെതായിട്ടുള്ള ഒരു വഴിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു വികാരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മാറ്റാനോ നമ്മളിൽ തന്നെ മാറ്റം വരുത്താനുള്ള സാധിക്കുകയുള്ളൂ. മാറ്റം എപ്പോഴും നമ്മളിൽ തന്നെ ആകണം. മറ്റുള്ളവരിൽ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ നോക്കിയിരുന്നിട്ട് കാലം കഴിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് മതപരമായിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു എന്താണ് ബിലീഫ്സിനെ കുറിച്ചല്ല ഞാൻ സംസാരിച്ചത്. സാറേ, സാറിന് ആവശ്യമുള്ള ഉത്തരം കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്നറിയാം സാർ, ഇതുപോലെയുള്ള കോർ ബിലീഫുള്ള ഒരാളെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ പറ്റുന്ന ആ വഴിയാണ് ഞാൻ ആലോചിച്ചത്. സ്വന്തമായിട്ടല്ല, മറ്റൊരാളെ മാറ്റിയെടുക്കാം. എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്ന്. കാരണം ഒരു പ്രാവശ്യമൊക്കെ പറഞ്ഞു നോക്കാം. പക്ഷെ അവര് പറയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇമോഷണൽ ഹാബിറ്റ്സ്, ട്രിഗേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഒരു ഉദാഹരണം ഇപ്പം ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒന്നായിരിക്കും, ഒരു നാർസിസിസ്റ്റിക് ആയിട്ട് ഒരു പേഴ്സണെ നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല എന്നാ എനിക്ക് തോന്നുന്നത്. നോർമലി 99% നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് അവര് പറയുന്നത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ ഓക്കെ സാർ. ഓക്കെ. നമുക്ക് മെഡിറ്റേഷൻ തുടങ്ങാന്നാ? ഓക്കെ. സംസാരം എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഒരു സെക്കൻഡ്, ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കേൾക്കാമോ സാറേ? ഓക്കെ ഓക്കെ, വി സ്റ്റാർട്ട് നൗ. ഒരു മനസ്സിനെ വളർത്തിയെടുക്കുവാനുള്ള മാർഗനിർദ്ദേശ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വസ്ഥമായ ഒരു സ്ഥലത്ത് സുഖകരമായ രീതിയിൽ ഇരിക്കുക. നിങ്ങൾക്ക് കസേരയിലോ നിലത്തോ ഇരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അടുത്ത 20 മിനിറ്റ് ശരീരം
സാധിക്കുന്നിടത്തോളം മാറ്റങ്ങൾ വരുത്താതെ ഇളകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ചെയ്യുക. നിങ്ങളുടെ വസ്ത്രങ്ങളോ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഇരിപ്പ്, പൊസിഷൻ, അതെല്ലാം ക്രമപ്പെടുത്തുന്നതിനുള്ള സമയമാണിപ്പോൾ. നിങ്ങൾ പൂർണ്ണമായും ധ്യാനത്തിന് ഒരുങ്ങിയെങ്കിൽ നിങ്ങൾക്ക് സാവധാനം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള ആ അവബോധം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അടുത്തതായി 3 പ്രാവശ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ആ രീതി അനുവദിക്കുന്ന രീതിയിൽ ആഴത്തിൽ, വളരെ ആഴത്തിൽ 3 പ്രാവശ്യം ശ്വാസം എടുക്കുകയും സാവധാനം മൂക്കിലൂടെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുക. ഈ വർത്തമാന നിമിഷത്തിൽ പൂർണ്ണമായും എത്തിച്ചേരുവാൻ നിങ്ങളെ അനുവദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം സമർപ്പിക്കുക. അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെ അടുത്തറിയുവാനും അവയെ മാറ്റുവാനും വേണ്ടിയുള്ള ഈ ധ്യാനത്തിൽ നമുക്ക് ഭാവാത്മകമായ ഒരു ഉദ്ദേശം സജ്ജമാക്കണം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഭയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വേവലാതിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അസൂയയായിരിക്കാം, മറ്റുള്ളവരെ കുറിച്ചുള്ള വിധിയായിരിക്കാം. എന്താണ് മാറ്റുവാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ അതേക്കുറിച്ചുള്ള ഒരു നല്ല ഒരു ഉദ്ദേശത്തിന് നിങ്ങളുടെ മനസ്സിൽ ഇടം കൊടുക്കുക. ഉദാഹരണമായി, വിമർശനമില്ലാതെ, പ്രതീക്ഷകളില്ലാതെ കാര്യങ്ങൾ അതേപടി കാണുവാനുള്ള ഒരു മനസ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിൽ സജ്ജമാക്കുക. നമ്മളുടെ സ്വാഭാവികവും നമുക്ക് ശാന്തിയും സമാധാനവും നൽകുന്ന ആശ്വാസോച്ഛ്വാസത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിക്കാം. 4 അല്ലെങ്കിൽ 5 സെക്കൻഡ് സമയമെടുത്ത് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. അത്രയും സമയം എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഏതാനും മിനിറ്റുകൾ ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഈ ശ്വാസോച്ഛ്വാസത്തിലുള്ള ഒരു താളം നിങ്ങളിൽ ഉണ്ടാകുന്നതുവരെ ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് ധ്യാനം തുടരാം.
ഓരോ ശ്വാസം എടുക്കുമ്പോഴും വായു നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതും അതിനുശേഷം വായു നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും അതേക്കുറിച്ചുള്ള ആ പൂർണ്ണമായ അനുഭവം നിലനിർത്തുവാൻ ശ്രമിക്കുക. ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിച്ചുകൊണ്ട് ധ്യാനം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്ന നിത്യവും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ നിങ്ങൾക്കുണ്ടാകാം. അവ എന്താണെന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ചിന്തകൾ, സംവേദനങ്ങൾ അല്ലെങ്കിൽ വികാരങ്ങൾ ഇത് സ്വാഭാവികമാണെന്ന് തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുക. അതിൻ്റെ സാന്നിധ്യം ഒരുപക്ഷെ നമ്മൾ ഇതിനു മുൻപ് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ അറിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അസ്വസ്ഥത അനുഭവപ്പെടാം. മനസ്സിൽ അസ്വസ്ഥതയോ ആകുലതയോ ഈ ചിന്തയെക്കുറിച്ച് നിങ്ങൾ സൃഷ്ടിക്കരുത്. ഈ ചിന്തയും ഈ വികാരങ്ങളും ഈ ഭയവും എല്ലാം കടന്നുപോകും. അതിനെ സ്വാഭാവികമായി അംഗീകരിക്കുക. സാവധാനം നമുക്ക് നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് മടങ്ങിപ്പോകാം. നിങ്ങളെ അലട്ടുന്നതായി തോന്നുന്നെങ്കിൽ അവയെ നിരീക്ഷിക്കുക. അവ നല്ലതോ ചീത്തയോ ശരിയോ തെറ്റോ എന്ന് മുദ്ര കുത്തുന്നതിന് പകരം ജിജ്ഞാസയോടെ അവയെ ശ്രദ്ധിക്കുക. ഈ ചിന്തയും ഈ വ്യഗ്രതയും വ്യാകുലതയും എല്ലാം കടന്നു പോകുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. ഇതിന്റെ സാന്നിധ്യത്തെ അംഗീകരിക്കുക. അതെന്താണോ, അത് പാപാത്മകമാണോ നിഷേധാത്മകമാണോ, അത് അതേപടി നിൽക്കട്ടെ. ഈ ചിന്തകൾ അല്ലെങ്കിൽ വികാരങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചലനങ്ങൾ, അസ്വസ്ഥതകൾ, പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവയെയും ശ്രദ്ധിക്കുക. സന്തോഷത്തോടെ, ശാന്തമായി, സൗമ്യമായി വീണ്ടും നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് തിരികെ പോകുക.
വീണ്ടും ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നെങ്കിൽ ഒരു ചിന്തയെയും നിങ്ങൾ ഈ സമയം പേരിടാതിരിക്കുക. അവ വരികയും പോവുകയും ചെയ്യട്ടെ. നിങ്ങൾ നിങ്ങളോട് തന്നെ കാരുണ്യം കാണിക്കുക. നിങ്ങളോട് തന്നെ കൂടുതൽ ഔദാര്യവും ദയയും കാണിക്കുക. വരുന്ന ചിന്തകളും വികാരങ്ങളും ഞാനല്ല എന്ന് മനസ്സിൽ ഏറ്റുപറയുക. തന്നെയും മറ്റുള്ളവരെയും ലോകത്തെയും വിധിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നെങ്കിൽ അവയെ അറിയുക മാത്രം ചെയ്യുക, നിരീക്ഷിക്കുക. യാതൊന്നിനെ കുറിച്ചും വിധി കൽപ്പിക്കരുത്. ശ്രദ്ധിക്കുക, അവ താനെ മടങ്ങിക്കൊള്ളും. ധ്യാനത്തിന്റെ ആരംഭത്തിൽ നിങ്ങൾ എടുത്ത ആ ഒരു ഉദ്ദേശമുണ്ടല്ലോ, അവയെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ഓർക്കാം. കൂടുതൽ ആഴത്തിൽ നിങ്ങളുടെ മനസ്സിലും മസ്തിഷ്കത്തിലും അവ പതിയുന്നതിനു വേണ്ടി നിങ്ങൾക്ക് ശാന്തമായി അവയെ ആവർത്തിക്കാം. ശാന്തമായി നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് മടങ്ങി വരികയോ അല്ലെങ്കിൽ അതിൽ അഭയം പ്രാപിക്കുകയോ ചെയ്യാം. ഇരിക്കാനുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നെങ്കിൽ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ അഭയം പ്രാപിക്കുക. ഇതൊരു പുതിയ ഹാബിറ്റാക്കി മാറ്റുക. വ്യക്തികളെ കുറിച്ച് മോശമായി ചിന്തിക്കുകയോ വിധിക്കുവാനോ ഉള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതെങ്കിൽ അവരെ കുറിച്ച് കൂടുതൽ സ്വീകാര്യതയും ധാരണയും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുകയും അവരോട് കൂടുതൽ ദയ കാണിക്കത്തക്ക രീതിയിലുള്ള ചിന്ത അല്ലെങ്കിൽ കമ്പാഷൻ, കരുണ കാട്ടുക. അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക. അവർക്ക് നന്മ ആശംസിക്കുക. സാവധാനം നമുക്ക് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയും
നിങ്ങളുടെ ധ്യാനം തുടരുകയും ചെയ്യാം. ധ്യാനം നിങ്ങളുടെ ശാരീരിക അവബോധത്തിലേക്ക് തിരികെ വരിക. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള അവബോധം വീണ്ടെടുക്കുക. നിങ്ങൾ ഇരിക്കുന്ന മുറിയെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും അവബോധം വീണ്ടെടുക്കുക. നിങ്ങളുടെ കാലിലെയും കൈയിലെയും വിരലുകൾ സാവധാനം നിങ്ങൾക്കിപ്പോൾ ചലിപ്പിക്കാം. ശ്വാസോച്ഛ്വാസ അവബോധം ഇപ്പോൾ നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് സാവധാനം തുറക്കാം. ധ്യാനം കഴിഞ്ഞു. Good evening. Good evening, sir. Good evening. Okay. Sir. ശിലാമാണ് പറയൂ. സാർ ശിലാമാണ് പറയുന്നത്. സാറേ എല്ലാവർക്കും Yes, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാം ഉണ്ട് സാറ്. പിന്നെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള
കുറെ മാർഗങ്ങളാണ് സാറ് പറഞ്ഞത്, അല്ലേ സാർ? നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ, ഓക്കെ, ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. ആ ഓക്കെ സാർ. അപ്പോഴ് നമ്മുടെ തോട്ട് പാറ്റേൺസ്, സാർ പറഞ്ഞു നമ്മുടെ തോട്ട് പാറ്റേൺസ് നമുക്ക് കളയാൻ കഴിയില്ല, അതിൽ തിരുത്തലുകൾ വരുത്താനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ തിരുത്തലുകൾ വരുത്തുന്നത് നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിലൂടെ ആയിരിക്കുമെന്നും സാറ് പറഞ്ഞതിലൂടെ എനിക്ക് മനസ്സിലായത്. അത് എത്രത്തോളം നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ്സിലൂടെ അത് മാറ്റാൻ കഴിയും, പൂർണ്ണമായി മാറ്റാൻ കഴിയുമോ ഇല്ലെന്ന് ഉള്ളതാണ് ആദ്യത്തെ സെന്റൻസ് തന്നെ ഉള്ളത്. തോട്ട് പാറ്റേൺസ് കളയാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അപ്പൊ എത്രത്തോളം നമുക്ക് അതിൽ നിന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് പറഞ്ഞപ്പോൾ. ഓക്കെ, ഒന്നാമത് നമ്മൾ അതിനകത്ത് ഉപയോഗിച്ച ഷിലാജി ഉപയോഗിച്ച ഒരു വാക്കുണ്ട്, അതായത് മാറ്റുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ ഉദ്ദേശിച്ചത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതല്ല, അതായത് ഒന്നിനെ മാറ്റി ഇങ്ങനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ മലയാളം എന്താ പറയണ്ടേ, എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, റീപ്ലേസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് മാറ്റണ്ട എന്ന് പറയുന്നില്ല, കാരണം നമ്മൾ പലപ്പോഴും ഇത് പൂർണ്ണമായിട്ട് മാറ്റാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. ഇത് നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റിയല്ലാത്ത ഒന്നല്ല. തീർച്ചയായിട്ടും നമുക്ക് മാറ്റാൻ സാധിക്കും, അല്ലെങ്കിൽ മാറ്റുക എന്നുള്ളതിനേക്കാൾ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയുന്നു. അതിന്റെ കാരണം ഇവിടുത്തെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് മലയാള വാക്ക് എന്താണ് പറയേണ്ടത്, എനിക്കറിയാം ആ വാക്ക്, പക്ഷെ കിട്ടുന്നില്ല. നമ്മളോട് തന്നെയുള്ള ആ കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. പൂർണ്ണമായ ആഗ്രഹം നമുക്കില്ല എന്നുള്ളത് പറയാൻ പറ്റും. നീതി പുലർത്തുന്നില്ല അല്ലേ സാറേ? നീതി പുലർത്തുക അല്ലേ സാറേ? നീതിയല്ല, നമ്മളോട് തന്നെയുള്ള പ്രതിബദ്ധത നമ്മളിൽ കുറവായത് കൊണ്ടാണ് ഇതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ഈ പ്രത്യേകിച്ച് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചും ധ്യാനത്തെ കുറിച്ചും മനുഷ്യർ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം, നമ്മൾ നമ്മളോട് തന്നെ എന്തുമാത്രം പ്രതിബദ്ധതയുള്ളവരാണോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ആ പുരോഗതി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യുന്നത്. പലപ്പോഴും നമുക്കതില്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഷീല ടീച്ചർ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ മാറ്റാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ മാറ്റാൻ സാധിക്കില്ല എന്നുള്ളത് ആ ചോദ്യത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇതിനെല്ലാം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകണം, ബേസിക് ആയിട്ട്. അതായത് മൈൻഡ്ഫുൾനെസ്സിന്റെ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ അധ്യാപകർ പറയുന്ന കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ജോൺ കബാറ്റ്സിനൊക്കെ പറയുന്നതാണ്. ഒരു മനോഭാവം ഉണ്ടാകണം, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. അതിനകത്ത് ആറ്റിറ്റ്യൂഡിന്റെ ഒന്നാമത്തെ ഒരു കാര്യമാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ആ എക്സ്പെക്ടേഷനെ മാറ്റി, ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ സാവധാനത്തിൽ ഇത് വരുമെന്നുള്ള ഒരു വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ റിലീജിയസ് വിശ്വാസം പോലെയുള്ളതല്ല. ഞാൻ പറഞ്ഞ അത് സെൽഫായിട്ട് എന്നെ തന്നെ എനിക്കിത് മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം. അപ്പൊ അതുകൊണ്ട് ടീച്ചറിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്, തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. കൂടുതലായിട്ട് നമ്മൾ പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഇത് ഒരു രാവിലെയും വൈകിട്ടുമുള്ള ഏതെങ്കിലും ഒരു ചടങ്ങായി മാറാതെ, പ്രത്യേകിച്ച് ഇപ്പൊ അതിന്റെ ഒരു ഉദാഹരണം നമുക്ക് കമ്പയർ ചെയ്ത് പറയാവുന്നത്, ഞാൻ പറയുന്നത് കുറ്റമല്ല, റിലീജിയസ് ആയിട്ടുള്ള പലപ്പോഴും ആ ചടങ്ങുകളിലാണ്. ആ ചടങ്ങ് അല്ലെങ്കിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വഴി എന്തെങ്കിലുമൊക്കെ നേടാമെന്ന് കരുതുന്ന ആ ഒരു ഹാബിറ്റ് നമുക്കുണ്ട്, ആ തോട്ട് പാറ്റേൺസ് ഉണ്ട്. അത് മാറിയിട്ട് ഒരു ചടങ്ങാകാതെ ഇത് ജീവിതത്തിന്റെ ഒരു സമഗ്രമായ ഒരു ഭാഗമാക്കി മാറ്റുന്നത്. അതാണ് നമ്മുടെ മൈൻഡ്ഫുൾ വാക്കിങ്, മൈൻഡ്ഫുൾ ഈറ്റിങ്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് മൈൻഡിനോട് നമ്മൾ പറയുക എന്നുള്ളതാണ്. അതാണ് മൈൻഡ്ഫുൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ നിമിഷത്തിൽ ഞാൻ ചെയ്യുന്നത് ഇതാണ്. ഞാൻ കറിക്കരിയുകയാണെങ്കിൽ ആ കറിക്കരിയുന്നതിന്റെ ആ ശബ്ദമാകാം, അല്ലെങ്കിൽ ആ പച്ചക്കറി വെട്ടുന്നതിന്റെ സമയത്ത് അതിന്റെ ഉണ്ടാകുന്ന ഉണ്ടല്ലോ കഷ്ണങ്ങളായിട്ട് മാറുന്നതാകാം. അതല്ലെങ്കിൽ ഓരോന്നിനോടും, അല്ലെങ്കിൽ ഇപ്പം എന്താണ് ഭക്ഷിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ രുചിയാകാം. എന്തെങ്കിലും കാണുമ്പോഴും നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് കാണുക, കാണുന്നത് ആകുക. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ ഉപയോഗിച്ച് മൈൻഡ്ഫുൾ ആകുന്നത്. ഏതെങ്കിലും തരത്തിൽ കേൾക്കുന്നത്, കാണുന്നത്, സ്പർശിക്കുന്നത്, തൊടുന്നത്, സ്പർശനം തൊടുന്നതാണ്.
ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിനെ കൂടുതലായിട്ട് എന്തുമാത്രം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നുവോ അതിനനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് പുരോഗതി ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ട് അപ്പോ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് അല്ലേ സാറേ? യെസ് യെസ്, തീർച്ചയായിട്ടും. ഇത് പിന്നെ ഭാഗികമായിട്ടാണ് പലരും ചെയ്യുന്നത്. അതുകൊണ്ട് അവർ വീണ്ടും ഒന്നുകിൽ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി വരും, അല്ലെങ്കിൽ അതിനുശേഷം അവര് അത് ഇട്ടിട്ട് പോകും. കാരണം എന്താണെന്നറിയാമോ, നമ്മളിപ്പോൾ നമ്മുടെയൊക്കെ ഒരു സംസ്കാരം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ്? റെഡിമെയ്ഡ്. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് പല ആൾക്കാരും ഭക്ഷണം നമ്മുടെയൊക്കെ വീടുകളിൽ നെല്ല് കുത്തി അരി ഉണ്ടാക്കി ചോറ് വെച്ച് കഴിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ അരിയെല്ലാം മേടിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും റെഡിമെയ്ഡ് ആയിട്ട് എപ്പം എങ്ങനെ കിട്ടും, ഇതൊരു പാക്കറ്റ് പോലെ നമുക്ക് കിട്ടുമോ എന്നുള്ളത് അന്വേഷിക്കുന്നതുകൊണ്ടാണ് പലരും അവിടെ ഇവിടെ എല്ലാം ഓടി നടക്കുന്നത്. കാരണം അവര് ഒരു കിണർ കുത്തുന്നത് എവിടെയോ അവിടെ കുഴിച്ചാലേ കിട്ടുള്ളൂ, വെള്ളം കിട്ടുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞ 2 മീറ്റർ കുഴിച്ചിട്ട്, ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു, ഒരാൾ ഒരു കിണർ കുത്തുന്നു, അവൻ കുഴിക്കുന്നിടത്ത് കുഴിക്കണം, എന്തെങ്കിലും ആയിക്കൊണ്ട, പാറപ്പുറം ആണെങ്കിലും കുഴിക്കാൻ നോക്കുക, അവിടെ ചിലപ്പോൾ വെള്ളം കിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഈ കുഴിക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവിടെ കിട്ടും എന്ന് പറയുന്ന ആ ഒരു മെന്റാലിറ്റി നമുക്കുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയല്ല. കാരണം നമ്മളോട് തന്നെയുള്ള ആ പ്രതിബദ്ധത കാണിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും ഇതൊക്കെ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു സാർ. പിന്നെ ഒരെണ്ണം കൂടെ ചോദിച്ചോട്ടെ സാർ? ഒന്നല്ല 2 ചോദിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് സാറേ, ഈ ആക്സിഡന്റുകൾ ഉണ്ടാകുമല്ലോ ചിലപ്പോ, ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോ ചില ഡ്രൈവർമാര്, ഡ്രൈവ് ചെയ്തിരുന്നവര്, ചിലരത് പിന്നെ അത് മൈൻഡ് ചെയ്യാതെ വീണ്ടും അവര് വളരെ ധൈര്യത്തോടു കൂടി തന്നെ വീണ്ടും വണ്ടി എടുക്കുന്നുണ്ട്. എന്നാൽ ചിലര് പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കളയും. അത് അവർക്കുണ്ടാകുന്ന ഭയമാണോ, അതിൽ നിന്ന് അവർ മേക്കപ്പ് ചെയ്ത് വരാൻ എങ്ങനെ പറഞ്ഞാലും ഒന്നും അവർക്ക് പറ്റുന്നില്ല. അതെന്തായിരിക്കും? അവർക്ക് ഭയമാണ്. കാരണം ഇതുണ്ടായി, ഒന്ന് കുറ്റബോധം അവരിലുണ്ടാകും. ഞാൻ അത് അങ്ങനെ ചെയ്തുകൊണ്ടാണെന്ന്, അല്ലെങ്കിൽ ആരെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവരോട് കൊടുത്ത് യാത്ര ചെയ്ത ആൾ, നീ എന്താ അങ്ങനെ ചെയ്തെന്ന് ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും, ഇല്ലെങ്കിൽ ഉടമസ്ഥനോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. പിന്നെ ഭയമാണ് ഇതിങ്ങനെ ഉണ്ടായതിനെ കുറിച്ച്. അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നു, ഇനി ഉണ്ടാകുമോ എന്നുള്ള ഭയം, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഭയം. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അത് ബേസിക് ആയിട്ട്. അത് 2 തരത്തിലും ഉണ്ടാകാം അല്ലേ സാറേ? എങ്ങനെ 2 തരം എന്ന് ഉദ്ദേശിച്ചേ? ഒരാള് ധൈര്യവാനായിട്ട് പോയേക്കാം, മറ്റേ ആള് വ്യക്തി അനുസരിച്ചിരിക്കും. വ്യക്തി അനുസരിച്ചിരിക്കും. അതുപോലെ ഇനി ഒരു ഡൗട്ടുള്ള സാറേ, ഇപ്പൊ ഒരു സ്റ്റാഫ് റൂമില് ഒരാൾ ഉപയോഗിക്കുക, അത് ഞാനിരുന്ന ഒരു സ്റ്റാഫ് റൂമിൽ അനുഭവപ്പെട്ടതുമാണ്. ഒരാള് ഒരു പെർഫ്യൂം ഉപയോഗിക്കുന്നത്, ആള് വരുമ്പോ തന്നെ സ്റ്റാഫ് റൂമിൽ എല്ലാവരും രാവിലെ വളരെ ഇറിറ്റേറ്റഡ് ആണ്. കാരണം ആ പെർഫ്യൂം എല്ലാവർക്കും താല്പര്യം ഇല്ല, എന്നാൽ കുറച്ചു പേരത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോട് അത് പറഞ്ഞെങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത് ഒരു ഭയങ്കര ഒരു പിന്നെ പ്രശ്നമായിരുന്നു. അപ്പോ അവസാനം ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയത്, അവര് പ്രകൃതിയിലെ ഒരു ചെടിയിലെ ഒരു പൂവാണെന്നും അവർക്ക് ദൈവം കൊടുത്ത ഫ്രാഗ്രൻസ് അതാണെന്നും അതുകൊണ്ട് നമുക്ക് അത് എൻജോയ് ചെയ്യാമെന്ന് ഞങ്ങള് അവസാനം തീരുമാനിച്ചു. പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ ആ പ്രശ്നം തീർത്തു. ഓക്കെ. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ. ടീച്ചർ ബീന മാം. യെസ് സർ, പറയൂ. ഹായ്, താങ്ക് യു സർ. അനിൽ സാറേ, ഒത്തിരി സന്തോഷം തോന്നി. ഒരു 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 പ്രത്യേക അനുഭവത്തിൽ തോന്നിയ കാര്യം എന്താ വെച്ചാല്, നമ്മളെല്ലാവരും പൂജാതരായ ഒട്ടും വയ്യാതെ തന്നെ ശ്വാസം എടുത്ത് തുടങ്ങും. അവസാന ശ്വാസം വരെയാണ് ജീവിതം. ഈ ജീവിത കാലയളവിൽ ഒട്ടേറെ കാരണങ്ങൾ കൊണ്ട് മാനസിക സംഘർഷം ഉണ്ടാവും. മാനസിക സംഘർഷം എന്ന് പറയുന്നത് ഇങ്ങനെ ചകഞ്ഞു കഴിഞ്ഞാലും അവസാനം അത് ചിന്തയിലെത്തി. അപ്പോഴാണ് സാറ് പറയുന്നത്, ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം സൃഷ്ടാവ് തന്നിട്ടുണ്ട്, ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്.
ഒന്ന് എടുത്ത് ആ കുട പിടിച്ചാൽ ചൂടേക്കൂല, അല്ലെ ആ കുട പിടിച്ചാൽ മഴ നനയില്ല. ഈ വിധത്തിലുള്ള ഒരു ടെക്നിക്ക്, മൈൻഡ് യുവർ ബ്രീത്ത്, മൈൻഡ്ഫുൾനെസ്, മൈൻഡ്ഫുൾ ബ്രീത്തിങ്, എത്രയോ ശരിയാണ്, എത്രയോ സിമ്പിൾ ടെക്നിക്ക് ഇല്ലേ? എല്ലാവർക്കും ഇത് പ്രാപ്യമായ ഒരു സിദ്ധിയാണ്. സർവേശ്വരൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ തിരിച്ചറിയുന്നില്ല. ഇതെല്ലാം ചുമന്നൊന്ന് വിഷമിച്ച് നടക്കുന്നു എല്ലാവരും. തീർച്ചയായിട്ടും വലിയ തിരിച്ചറിവ്, ഗുണകരമായ ഒരു ക്ലാസ് സാറേ. എനിക്കും ഒത്തിരി കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിക്കണം. ഇതൊക്കെ എന്ന് കേട്ടാലും ഈ കരിങ്കല്ലിന്റെ കഷ്ണം ഉപ്പുവെള്ളത്തിലിട്ട് എത്ര കാലം കിടന്നാലും പാറയ്ക്ക് ആ മാറ്റം വരില്ല എന്ന് പറയും പോലെ ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് വിട്ടുപോകുന്ന ഒരവസ്ഥയുള്ളേ. എന്നാലും ഞാൻ ശ്രമിക്കും. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. എന്റെ ജീവിതം സാർത്ഥകമായി എന്ന് പറയുന്നത്. അതെ, ഉണ്ട് സാർ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, തിരുത്താൻ അത്ര എളുപ്പമല്ലല്ലോ. അല്ല, അതിന്റെ മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രത്യേകതയാണത്. എപ്പോഴും പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഓരോന്ന് മാറി. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ 63+1 64 പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു. അല്ല, ഇതൊരു കംഫർട്ട് സോണാ. ആ തോട്ട് ലെവലിൽ നമ്മളങ്ങനെ ഒരു തരം നീന്തി നടക്കുന്ന ഒരു സുഖാനുഭവത്തില. പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ അല്ലേ? ഏ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അതെ. എന്താണെന്ന് അന്വേഷിച്ച് കിടക്കുമല്ലേ, എവിടെയാണ് പോയി പിടിക്കേണ്ടത്, അവിടെ ആങ്കർ ചെയ്യുന്നത്. എന്തായാലും ഓക്കെ, താങ്ക് യു. അവരുടെ ടീച്ചർ വിനയമ്മ. താങ്ക് യു സാർ. പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നാലേ ജീവിതത്തിനൊരു ഭംഗി ഉണ്ടാകുകയുള്ളൂ. സാറിന് വെറുതെ ഇങ്ങനെ ഒഴുകുന്നതോ കെട്ടിക്കിടക്കുന്നതോ വെള്ളമല്ലല്ലോ, കുറച്ച് കല്ലേലൊക്കെ തട്ടിത്തടഞ്ഞ് ഒഴുകുമ്പോൾ ആ അരുവിക്കൊരു ഭംഗിയുള്ളൂ. നമുക്ക് ഇത് ഓരോ തിരിച്ചറിവുകൾ, പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഇതൊന്നും അങ്ങോട്ട് ചെയ്യലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് അല്ലെങ്കിൽ ആദ്യം മുതലേ വളരെ ശ്രദ്ധിച്ച് ഈ ഒരു ലെവലിൽ തന്നെ വളരെ മുമ്പേ മുതൽ കുറച്ച് പ്രാക്ടീസ് നന്നായിട്ട് വേണം. അത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനൊന്നും നേരം കാണില്ല. പ്രശ്നങ്ങളിൽ ടെൻഷനാകാനേ നേരം കാണുള്ളൂ. അന്നേരം ഇതൊന്നും അങ്ങോട്ട് ചെയ്യല്ല. നല്ല ടേക്ക് അവേസ് ഉണ്ട് സാർ. സാറിന്റെ ക്ലാസ്സും കൊണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി എന്നൊരു തോന്നില്ല. ഇനിയിപ്പോ ജോർജ് സാറും ഞാനൊക്കെ എന്നാണ് ഇതൊക്കെ ഇത് എപ്പോഴാ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമുക്ക് എവിടെയും തുടങ്ങാം ടീച്ചറെ, ഏത് സ്ഥലത്തും. നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ തുടങ്ങുക. അതാണ് അതിന്റെ ഏറ്റവും നല്ല ഒരു പിന്നെ start. ദൈവം നമുക്ക് കുറെ സിദ്ധികളൊക്കെ അറിയാതെ തന്നിട്ടുണ്ട്. കാരണം എവിടെയാണോ ഉള്ളത് അവിടെ സംതൃപ്തി കണ്ടെത്താൻ നമുക്കൊക്കെ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു വലിയ അധികം ഗ്രീഡില്ലാതെ ഉള്ളതിൽ സംതൃപ്തി കാണാൻ പറ്റുന്ന ഒരു മനസ്സ് ദൈവം തന്നിട്ടുണ്ട്. അത് തന്നെ വലിയ ഉപകാരമായി എന്ന് വിചാരിച്ചിരിക്കുക ഞാൻ. താങ്ക് യു സർ. ടീച്ചറെ ആ ഒരു മനസ്സ് എല്ലാവർക്കും ഇല്ല കേട്ടോ. കാരണം കൂടുതൽ ഭൂരിപക്ഷം ആളുകളും ഗ്രീഡിയാണ് നമ്മള്. ഓക്കെ, ഞാനിപ്പോ ഒരു ജഡ്ജ്മെന്റ് നടത്തിയില്ലേ, ലോകത്തെ കുറിച്ച് ഒരു ജഡ്ജ്മെന്റ് ഞാൻ നടത്തിയില്ലേ? ജഡ്ജ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അറിയാതെ സംഭവിച്ചു പോകുന്നു എന്ന് പറയുന്നത്. ചില അതിനോട് പറഞ്ഞു, ചില ഗ്രൂപ്പിലൊക്കെ കയറിയാല് കൂടുതൽ കാശുണ്ടാക്കാനുള്ള മാർഗം. പിന്നെ ഏറ്റവും വലിയ ട്രെൻഡ് എങ്ങനെ അത് അവിടെയൊക്കെ ഇരിക്കുമ്പോ ഞാൻ വിചാരിക്കും ഇവര്, പക്ഷെ എനിക്ക് വേണ്ടാഞ്ഞിട്ടായിരിക്കും അവർക്കൊക്കെ വേണമായിരിക്കും എന്നൊക്കെ തോന്നും. ഒന്ന്. രണ്ടാമത് ഓരോരുത്തരെ ഗ്രൂപ്പിലേക്ക് കയറ്റാനുള്ള ഒരു വഴി എന്നാന്ന് വെച്ചാല്, പിന്നെ അവർക്ക് എന്തായാലും ഈ മനുഷ്യർക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു വിലയിരുത്തലാണ്, ശരിയാണോ എന്നറിയത്തില്ല, ഭയങ്കര ചെലവാണ്. എനിക്ക് എന്നോട് എൻ്റെ മക്കൾ പറയും, അമ്മയ്ക്ക് ചെലവാക്കാൻ അറിയത്തില്ല, ഇനിയെങ്കിലും കുറച്ച് ചെലവാക്കിക്കൂടെ എന്ന്. ഞാൻ എന്നാ ചെയ്യേണ്ടി? അപ്പൊ ഈ ഭയങ്കര ചെലവാ ആൾക്കാർക്ക്. അപ്പൊ അത് എത്ര രൂപ ശമ്പളം, ഇപ്പൊ ടെക്കികളൊക്കെയാണ്, എത്ര രൂപ ശമ്പളം കിട്ടിയാലും അവർക്ക് തികയുന്നില്ല. അപ്പൊ പെട്ടെന്ന് കാശുണ്ടാക്കാൻ ഉള്ള പരിപാടികൾ, പിന്നെ എന്താണ് മൈൻഡ് വാലി പ്രോഗ്രാം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ലാൻഡ്മാർക്ക് പ്രോഗ്രാം. ഈ ലാൻഡ്മാർക്ക് പ്രോഗ്രാമിന് ഈ സ്റ്റാർട്ടിങ്ങിന് കയറുന്നതിന് 25,000 രൂപയൊക്കെയാണ് ഫീസ്. അവര് പറയുന്നത് 29 ആണ്. നിങ്ങൾ ഇന്ന് കയറിയാൽ
25-ന് തരാം. ആ 25-ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അടുത്തത് 40 എത്രയാണ് ഫീസ്. അതൊക്കെ കൊടുത്ത് അങ്ങോട്ട് കയറിയാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കും. നമ്മളത് പൈസയൊക്കെ ഒത്തിരി ഉണ്ടാകും. നമ്മൾ സ്ട്രോങ് ആവും. അങ്ങനെ അങ്ങനെ പറയുമ്പോൾ ഈ ചെലവാളികൾ എന്ന് ഞാൻ പറയാം, ഒരു പുതിയ വാക്കുണ്ടാക്കിയതാ, അവർക്ക് ഈ വലിയ സന്തോഷമാകും. അവരെവിടുന്നെങ്കിലും 25,000 കൊടുത്ത് കയറുകയും ചെയ്യും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ സൂമിൽ തന്നെ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒത്തിരിയുണ്ട് ടീച്ചറെ, പണം ഒത്തിരിയുണ്ട്. പണമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ ഇപ്പൊ ഗ്രൂപ്പിൽ ആളുള്ളൂ. പണം എങ്ങനെ ഉണ്ടാക്കാം, എളുപ്പം പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഗ്രൂപ്പൊക്കെ പോയി നോക്കൂ. ആ യൂട്യൂബിൽ അങ്ങനത്തെ എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 10-250 പേരാണ്. നമ്മളിവിടെ നല്ല കാര്യം പറഞ്ഞാലൊന്നും ഒരു രക്ഷയില്ല. ഇങ്ങനെ ഇതുകൂട്ട് ആദ്യം കാര്യങ്ങളൊന്നും കേൾക്കുന്ന ആർക്കും കേൾക്കണ്ട. ഏട്ടോ, ആദ്യം കയറുന്നവർക്ക് പ്രത്യേക കൺസെഷൻ ഒന്നൂടെ ഉണ്ട്. എന്തായാലും സാറേ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു 30 പേർക്ക് 40 പേർക്ക് പ്രത്യേക കൺസെഷൻ. സാറേ ഇതെല്ലാം കഴിഞ്ഞ് ഈ പൈസയൊക്കെ മുടക്കി തിരിച്ച് നമ്മുടെ അടുത്ത് വരും. മാറ്റിംഗ് ഫ്രീ വെബിനാർ ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചോണ്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഞാൻ ശരിക്കും ഇതില് മാത്രമേ അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന കാര്യം പറയുന്നത് കേൾക്കാത്തുള്ളൂ. ഇതാണ് പൈസ ഉണ്ടാകത്തുമില്ല. ഇതെല്ലാം മണ്ടത്തരങ്ങളാണെന്നുള്ളത് മനസ്സിലാകത്തില്ലല്ലോ. എളുപ്പം പണം ഉണ്ടാക്കാം, എളുപ്പം ഇപ്പൊ ശരിയാക്കാം. പക്ഷെ ഇത് മതി കേട്ടോ. നമ്മളിപ്പോ ഒരു ട്രെൻഡിയാണ്. ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന, നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത എല്ലാവരും ഈ ഒരു മണി ഓറിയന്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ മാത്രമേ എത്താത്തേ ഉള്ളൂ. ബാക്കി എല്ലാവരും പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു പോർട്ട്ഫോളിയോയിലാണ്. ഞാനൊരു ഗ്രൂപ്പിൽ അങ്ങനെ കയറി നോക്കിയപ്പോ ഞാൻ ഓർത്തു എനിക്കെന്തോ കുഴപ്പമുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നി. സത്യം. നമുക്ക് അങ്ങനെ ഒരു പുസ്തകം ചെയ്യാലോ. അങ്ങനെ ഉണ്ടല്ലേ, ഹൗ ടു ബി എ മില്യണയർ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ശരിക്കും കൂട്ടത്തിലൊരു കാര്യം ഇവിടെ ചോദിച്ചോട്ടെട്ടോ, പറഞ്ഞോട്ടെട്ടോ. സാബു സാറേ, ഇപ്പൊ 4ാമത്തെ വർഷം വരുന്ന തിങ്കളാഴ്ച വരും. നമ്മൾ എങ്ങനെയാണ് സെലിബ്രേഷൻ? നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം സാർ. നമുക്ക് ഇങ്ങനത്തെ പണമിടപാടൊന്നും അവന ടീച്ചറെ ഇല്ലാത്ത എങ്ങനെയൊന്ന് ചിന്തിക്കാം. ടീച്ചർമാരും ഒക്കെ ഒന്ന് പറയണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം സാബു സാർ പറഞ്ഞു ഒരു സെലിബ്രേഷൻ വേണ്ട, ഒരു വീടിന്റെ പണിയോടെ തീർക്കാനുണ്ടെന്ന്. 4ാമത്തെ വർഷത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചു പോലുമില്ല. അതെ 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 അതെ, എനിക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ സാറ് പറഞ്ഞേ ഒരു വീടിന്റെ പണിയോടെ തീർക്കാനുണ്ട്, അത് തീർക്കട്ടെ എന്ന്. അല്ല, ഓമന ടീച്ചർ ഇത് ഈ തിങ്കളാഴ്ചത്തെ പ്രോഗ്രാം ഓമന ടീച്ചർ സ്പോൺസർ ചെയ്യും. ടീച്ചറിനാണ് കാശുണ്ട്, ഇങ്ങനെ ചെലവാക്കണ്ടെന്ന് മക്കള് നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെയല്ല സർ, എനിക്ക് പിന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വിചാരിക്കുമ്പോഴാണ്, ചെയ്യണം എന്ന് വിചാരിച്ചാലും എന്റെ ഉള്ളിൽ നിന്ന് വന്നാലേ എനിക്ക് ചെയ്യാനും പറ്റുന്നുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോ ഒരു കുഞ്ഞു കാര്യം ചെയ്തതിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് സാബു സാറെ 3ാമത്തെ ഗഡുവും കിട്ടി. പൈസ ഇല്ലെന്ന് ഓർത്തോണ്ടിരിക്കുവായിരുന്നു. അപ്പം നോക്കുമ്പോഴത്തേക്ക് 3ാമത്തെ ഗഡുവും കിട്ടി. അപ്പം പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് എനിക്ക് എന്റെ അകത്തുനിന്ന് വരാതെ എനിക്ക് ചെയ്യാനും പറ്റുന്നില്ല. തീർച്ചയായിട്ടും അതൊക്കെ വളരെ സന്തോഷമുള്ള മനുഷ്യന്റെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ ഭാഗമാണ്. മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിതമായിട്ട് എന്തെങ്കിലും മനസ്സുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അത്ര സന്തോഷം വേറെ ഒന്നും കിട്ടത്തില്ല. അത് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പണത്തിന്റെ ആവശ്യമില്ല. അപ്പൊ മിനിയാന്ന് ഇങ്ങനെ കഴിഞ്ഞ ദിവസം 4 ദിവസം മുമ്പേ പറഞ്ഞു പൈസ പഞ്ചായത്തിലും ഇല്ല, ജില്ലാ പഞ്ചായത്തിലും ഇല്ല, എവിടെ ഇല്ലെന്ന് കേട്ടു. അപ്പൊ ലൈഫ് മിഷന്റെ സ്റ്റേറ്റ് ഓഫീസിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവിടെ വിളിക്കാനായിട്ട് എന്നോട് പറഞ്ഞു ഒന്നുകൂടെ ഞാൻ നോക്കട്ടെ എന്നിട്ട് വിളിച്ചാൽ മതി എന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ ഇന്നലെ അന്വേഷിച്ചപ്പം 3ാമത്തെ ഗഡു ഓക്കെയാണ്. ടീച്ചർ മൂന്നാണോ നാലാണോ? 6 4 6 ആറെണ്ണോ? ആ 6 വീടുകളാണ് ടീച്ചറിന്റെ ആ അല്ല, 4 ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് സ്ഥലം ഇച്ചിരി കൂടുതൽ വാങ്ങിപ്പോയത് കൊണ്ട് 6 ആയി പോയതാ. 6 വീടുകൾ. തീർച്ചയായിട്ടും നമുക്ക് ചില ഹെൽപ്പുകളൊക്കെ ചെയ്യേണ്ടി വരും. അത് സമയമാകുമ്പോൾ അത് വയനാട്ടിൽ ഇതുപോലെ വീട് ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. പക്ഷെ എപ്പോഴും അത് തന്നെ ചെയ്യാൻ ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടത്തില്ല. അപ്പം ഗവൺമെന്റിന് പ്രത്യേകം ഇനിഷ്യേറ്റീവ് എടുത്ത് 6 വീടുകൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുഴപ്പമില്ല, എല്ലാ വീടുകളും ഗവൺമെന്റ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അതുകൊണ്ട് ഫിനിഷ് ആകത്തില്ല. ആ സമയത്ത് തീർച്ചയായിട്ടും അത് നമ്മൾ അനൗൺസ് ചെയ്യും. അത് സാർ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്നലെ ഞാൻ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ലൈഫ് മിഷന്റെ ചാർജ് ഉണ്ടായിരുന്ന ഒരു സാറായിരുന്നു അവിടെ ഹെഡ്. അത് എൻ്റെ കൂടെ അധ്യാപകനായിരുന്നു നേരത്തെ അങ്ങേര്. അപ്പൊ അങ്ങേര് പറയുക
1 ഏക്കർ 87 സെന്റ് സ്ഥലം അയാൾ ലൈഫ് മിഷന്റെ ചാർജിൽ ഇരുന്നപ്പോൾ കിട്ടി വീട് വെക്കാൻ. അപ്പൊ ഓരോരുത്തരെ വിട്ട് അന്വേഷിപ്പിച്ചപ്പോൾ ആ സ്ഥലം കൊള്ളിയല്ലെന്ന് പറഞ്ഞവര്. അപ്പം പിന്നെ ഇങ്ങേര് തന്നെ നേരിട്ട് ചില സ്ഥലങ്ങൾ പോയി നോക്കിയപ്പം വെറും കുഴി. അവിടെ ഈ പൈസ കൊണ്ട് വീടുണ്ടാക്കണമെങ്കിൽ തറ കെട്ടാൻ പില്ലർ വാർക്കണം. അപ്പൊ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്ത്. ഒരു ഏക്കർ 87 സെന്റും വീട് വെക്കാൻ പറ്റാതെ വേണ്ടെന്ന് നോക്കുവായത്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ആൾക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കും. അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയത് അങ്ങേര് തന്നെ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. അതിനുണ്ട് അങ്ങനെയൊക്കെയുള്ള ഇത് ഭയങ്കര രസകരമായ ചില കാര്യങ്ങളൊക്കെ നടക്കാം. നമുക്ക് എന്തായാലും വഴിയെ നമുക്ക് കാണാം. തീർച്ചയായിട്ടും. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ, അപ്പൊ താങ്ക് യു അനന്ത് സാർ. ഒരിക്കൽ കൂടി നാളെ നമുക്ക് ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണ്. നമുക്ക് ഇന്ന് കാണാം. സോ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. Okay, good night. Yeah. Okay. Bye. Good night. Yeah. Bye. Thank you, sir. Good night.